ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെൻ്റൽ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എസ് എസ് സിയുടെ പാറ്റേൺ മാറി, എസ് എസ് സി പുതിയ വെണ്ടർ വന്നു. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്ലാൻ ബി വേണോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ ഒരു സൊല്യൂഷനായിട്ട് നമ്മളുടെ എസ് എസ് സി 2026 എക്സാമുകളുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എസ് എസ് സി 2026 എന്ന് പറയുമ്പോൾ അതിൽ സി ജി എൽ വരും, സി എച്ച് എസ് എൽ വരും, എം ടി എസ് വരും, സി പി ഒ വരും, സ്റ്റെനോ വരും. അങ്ങനെയുള്ള എസ് എസ് സിയുടെ 2026 നടത്താൻ പോകുന്ന എക്സാമുകളുടെ എല്ലാം സ്ട്രാറ്റജിയാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സി ജി എൽ 2026 എന്നുള്ള ഹെഡിങ് കൊടുക്കാത്തതിന് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി ജി എല്ലിൻ്റെ സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് സി എച്ച് എസ് എല്ലിന് ഉപയോഗിക്കാം. എം ടി എസിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. സി പി ഒക്കും ഇതേ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കും. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ സി എച്ച് എസ് എല്ലിൻ്റെ സ്ട്രാറ്റജി വെച്ച് മാത്രമേ ഞാൻ സി എച്ച് എസ് എല്ലിന് പഠിക്കൂ, അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാ എക്സാമുകൾക്കും ഉള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി സി ജി എൽ 2024 വേണ്ടി ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ മോട്ടിവേഷനെ പറ്റിയും എന്തുകൊണ്ടാണ് പഠിക്കുന്ന കാര്യങ്ങളും ടൈമും എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന സോഴ്സസ് അല്ല ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാന കാരണം മാറിയ ചേഞ്ചസ് ആണ്, മാറിയ പാറ്റേണുകളാണ്. അവിടെയും സിലബസ് അല്ല ചേഞ്ച് ചെയ്തത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പാറ്റേൺ മാറിയതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ പ്രിപ്പറേഷന് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബാക്കി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ, കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെ ഡൗട്ട് ഉണ്ട്, ഒരു ദിവസം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ജോബ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്താൽ 2024 സി ജി എൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? 1 ഇയറായി പ്രിപ്പയർ ചെയ്യുന്നു, 2025 ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. ടി സി എസ് പാറ്റേൺ 150+ ഉണ്ടായിരുന്നു. എഡ്യൂക്കേറ്റീവ് പാറ്റേണിന് എത്രയാണ്, ആവറേജ് 110 കുറഞ്ഞു. ഈ പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ആവും എന്ന് ഒരു ഹോപ്പുമില്ല. ഇനി എന്ത് ചെയ്യും? ഏജ് 25 എസ് എസ് സി തന്നെ നോക്കണോ അതോ ബാങ്ക് ഓർ പി എസ് സി ഒരു സൈഡായിട്ട് നോക്കണോ? സിലബസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി പോകുന്നു. അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും കംപ്ലീറ്റ് ചെയ്താലല്ലേ കാര്യമുള്ളൂ. 26 കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് റിവിഷൻ മോക്കൊക്കെ സെറ്റ് ആവാൻ കഴിയുമോ? 1 ഇയർ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? സാർ എഡ്യൂക്കേറ്റീവ് മോക്കിൽ മാർക്ക് വല്ലാണ്ട് കുറഞ്ഞു, ഞാൻ സ്വയം ഡൗട്ട്ഫുൾ ആവുകയാണ്. ഇതുവരെ ഒന്നും പഠിച്ചില്ലേ, ഇത്ര നാളും എന്താ ചെയ്തതെന്നൊക്കെ ഉള്ള തിങ്കിങ് ഉണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെ ആയി, ടൈം മാനേജ്മെന്റും ഇല്ലായിരുന്നു. സാർ 2026 എക്സാം മസ്റ്റായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ട്. മാത്സ് അരിത്തമെറ്റിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇനി അതിൽ തന്നെ 100% കോൺഫിഡൻസ് ഇല്ല. മാത്സ് പഠിച്ച ചാപ്റ്റർ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. എങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂ പാറ്റേണിലേക്ക് അനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, ഓൾ സബ്ജക്ട്, ഡെയിലി ടാസ്ക് എന്തൊക്കെ ചെയ്യണം, മോക്ക് ടെസ്റ്റ്, സെക്ഷണൽ ടെസ്റ്റ്, പ്രീവിയസ് ഒക്കെ എങ്ങനെ ചെയ്യണം, ഓരോ ചാപ്റ്ററിനും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറിന് അയക്കാൻ വേണ്ടി ഗ്രൂപ്പ് തുടങ്ങിയാൽ നന്നായിരുന്നു. എന്നിട്ട് അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട്, അത് നല്ലൊരു സജഷനാണ്, നമുക്ക് നോക്കാം. സാർ ഒരു ബിഗിനർ എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, ന്യൂ എക്സാമിനനുസരിച്ച് പാറ്റേൺ അനുസരിച്ച് 1 ഇയർ കൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. 2 ഇയറായി പ്രിപ്പയർ ചെയ്യുന്നു, ഇത്തവണ കിട്ടിയില്ലേ, റീ കോച്ചിങ്ങിന് പോകണോ സിലബസ് മാറിയതുകൊണ്ട്? ഓക്കെ, ഇത് തന്നെ തെറ്റാണ്, സിലബസ് മാറിയിട്ടില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. QA റിവിഷൻ ചെയ്യുന്നത് നമ്മളെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി നോക്കണോ അതോ ഓരോ ടൈം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണോ? നോക്കാം, നല്ല ക്വസ്റ്റ്യൻ. സാർ PYQവിന് പഴയ ബുക്ക് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയാവുമോ? എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ എങ്ങനെ പഠിക്കണം? GK, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഒക്കെ സ്ട്രോങ് ആക്കാൻ എന്തൊക്കെ ചെയ്യണം? സാർ PYQ ഷിഫ്റ്റ് ഫോക്കസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ. സാർ SSC CGL പഠിക്കുന്നവർക്ക് ഒരു പ്ലാൻ ബിയുടെ ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ ഇഷ്യൂസ് കാരണം ആണ് ചോദിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? സാർ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്സ് ലാസ്റ്റ് എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഇത് ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം, അതല്ലേ നല്ലത്. അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ആൻസർ പറയാം. ഐ ആം ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്, ഐ ആം ബിഗിനർ ഇൻ കോമ്പറ്റേറ്റീവ് എക്സാം, ടാർഗറ്റഡ് ടു അച്ചീവ് 2026 CHSL. സോ ഐ ഓൺ മൈ വേ ആൻഡ് ഐ ബിലീവ് യു ക്യാൻ പ്രൊവൈഡ് എ ബ്രൈറ്റ് ലൈറ്റ് ഇൻ മൈ പാത്ത്. ട്രസ്റ്റ്ഫുള്ളി സാർ. യെസ് സാർ, CGLന് വേണ്ട ടെക്സ്റ്റ് ബുക്ക് പറയാമോ? ഓക്കെ. ഈസ് 1 ഇയർ ഈസ് ഇനഫ് ടു ക്രാക്ക് CGL വിത്ത് ന്യൂ പാറ്റേൺ? നോക്കാം. സാർ ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് പോകുന്നു, SSC എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വാസമുണ്ട്, ബട്ട് ഇടയ്ക്ക് വരുന്ന മൂഡ് സ്വിംഗ്സ് പ്രശ്നമാണ്. ഹൗ ക്യാൻ ഐ ഓവർകം ദി സിറ്റുവേഷൻ? നോർമലി സ്പീഡ്, മാത്സ് ആൻഡ് റീഡിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്കും എവിടെ ഒരു കോൺഫിഡൻസ് കുറവ്. എക്സാം കിട്ടുന്നത് വരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ റെഡിയാണ് സാർ ആണ് ഞങ്ങളുടെ ഹോപ്പ്. ഓക്കെ. ഇംഗ്ലീഷ് ഡേ ബൈ ഡേ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻക്രീസിങ്, ഹൗ ടു മാനേജ് ഇറ്റ്?
സർ ആസ് എ ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയയും ഇല്ല. സാറിൻ്റെ ക്ലാസ്സുകൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, ബേസിക്സ് എസ്പെഷ്യലി GD ക്ലാസ്സസ്. ബട്ട് ഡെയിലി ഷെഡ്യൂൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. പഠിച്ചിട്ട് PVക്ക് ചെയ്ത് നോക്കുമ്പോൾ പലതും ചെയ്യാൻ പറ്റുന്നില്ല, ഡിമോട്ടിവേറ്റ് പോകുന്നു പെട്ടെന്ന് തന്നെ. സോ ആഫ്റ്റർ അപ്കമിങ് CGL എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണോ ബെറ്റർ? ആസ് എ ബിഗിനർ ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ യുവർ അഡ്വൈസ് ആൻഡ് ക്ലാസ്. ഓക്കെ, മാത്സ് ഒട്ടും ബേസ് ഇല്ല, സാർ പറഞ്ഞ കാൽക്കുലേഷൻ പ്രാക്ടീസ് ഒക്കെ ഡെയിലി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കുറേ ബെറ്ററായി. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു തരുമോ? ബാക്കി സബ്ജക്റ്റ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, ഡെയിലി എത്ര ടൈം വീഡിയോ കണ്ട് പഠിക്കണം? വീഡിയോ പ്ലസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയണേ. ബിഗിനേഴ്സ് 10 hours ഒന്നും ഫോക്കസ് കിട്ടുന്നില്ല. എല്ലാ സബ്ജക്റ്റും മിനിമം എത്ര നേരം കൊടുക്കണം? ഇറ്റ്സ് ബെറ്റർ ടു ഡു എ പ്രോപ്പർ വീഡിയോ ആഫ്റ്റർ CGL. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. 2025 ചെയ്താൽ പോരെ എന്നുള്ള ക്വസ്റ്റ്യൻ. സാർ, ഈ സിറ്റുവേഷനിൽ SSC വഴി ഒരു ജോബ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഈസ് ഇറ്റ് ബെറ്റർ വി സ്വിച്ച് ഫ്രം സം അതർ സ്റ്റേറ്റ് ലെവൽ എക്സാം? ഈ സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് ശരിയാകാൻ ചാൻസ് ഉണ്ടോ? ഗവൺമെന്റ് എന്തെങ്കിലും മെഷേഴ്സ് എടുത്താൽ തന്നെ മിനിമം 1 year എടുക്കില്ലേ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ എക്സാം ട്രാക്കിലോട്ട് വരാൻ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്ലാൻ B SSC അല്ലാതെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഓക്കെ സാർ, ന്യൂ സ്ട്രാറ്റജി വീഡിയോയിൽ GK ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ പറ്റി പറയാം. ഞാൻ 2 ഇയറായി പ്രിപ്പയർ ചെയ്യുന്നു സാറേ. 1 year വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് സാറിൻ്റെ ചാനൽ കണ്ടതും SSC എന്താണെന്ന് കറക്റ്റ് ഒരു ധാരണ കിട്ടിയതും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം മനസ്സിലായത്. ഇപ്പോൾ 130-150 റേഞ്ച് ആണ് സാർ മാർക്ക്. എഡ്യൂക്കേറ്റീവ് മോഡലായപ്പോൾ 100 SSC ഇഷ്ടപ്പെട്ട് എടുത്തതാ, നിർത്തി വേറെ മുന്നോട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. എന്ത് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? സാർ ഗൈഡ് ചെയ്യാമോ? GK എങ്ങനെ പഠിക്കും? PSCയുടെ പ്രിപ്പറേഷൻ തന്നെ മതിയോ SSC GKക്ക്? നല്ല ക്വസ്റ്റ്യൻ. മാത്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റുഡൻസിൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു, ഇനി മാത്സിൻ്റെ പിനാക്കിൾ ബുക്ക് വാങ്ങുന്നത് വേർത്താണോ? മോക്ക് എടുത്ത് അനാലിസ് ചെയ്ത് പഠിച്ചാൽ മതിയോ? സാർ, 2026 എക്സാമിന് വേണ്ടി സാറിൻ്റെ മാത്സ് ക്ലാസ് തന്നെ എടുത്താൽ മതിയോ? എത്ര മണിക്കൂർ ഒരാൾ SSC CGL ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം? ഞാൻ ഇത് ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ പലരോടും ചോദിച്ചു, ബട്ട് നോ റിപ്ലൈ. കൺസിഡർ മൈ കമൻറ്റ്. യെസ്, ഹൗ മെനി അവേഴ്സ് ഡു വി നീഡ് ടു സ്റ്റഡി പെർ ഡേ? സർ, ഐ ഹാവ് എ ഡൗട്ട്. എല്ലാവരും പറയുന്നു ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതണമെന്ന്, ബട്ട് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആ സിലബസ് മുഴുവൻ പഠിച്ച് കഴിഞ്ഞാലല്ലേ മോക്ക് ടെസ്റ്റ് എഴുതാൻ സാധിക്കൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദർ എനി ചേഞ്ചസ് ഇൻ സിലബസ്? അത് ഞാൻ ഇപ്പോഴേ പറയാം, നോ. എൻ്റെ കാര്യം പറഞ്ഞുതരാം. സാർ, മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് സബ്ജക്റ്റ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് നല്ലത്? ഇത് നല്ലതാണ്. മോക്ക് അലയൻസിൻ്റെ കാര്യം പറയാം. തുടക്കത്തിൽ ഇൻട്രസ്റ്റ് പതിയെ കുറഞ്ഞു പോയി സാർ. ഇടയ്ക്ക് 1 month ഗ്യാപ്പ് വന്നു. തിരിച്ച് ട്രാക്കിലെത്താൻ ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. എന്നെ പോലെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടവർക്ക് ഇനി CGL എന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കയറാൻ എന്താണ് വഴി? സാർ, ഗ്രാമർ നീതു സിംഗ്, വൊക്കാബുലറി ബാക്ക് ബുക്ക്, GK പർമാർ ക്ലാസ് ആണ് കാണുന്നത്. പാറ്റേൺ മാറ്റുമെന്ന് പറഞ്ഞും സോഴ്സ് ഇത് തന്നെ മതിയോ സാർ? സെക്ഷണൽ മോക്ക് സാർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്, ഇത് തന്നെ ഫോളോ ചെയ്താൽ മതിയോ സാർ? യെസ്. അതുപോലെ ഇംഗ്ലീഷ് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്ന് കൂടി ഒന്ന് പറയുമോ? സാറേ, നൗ ഡെയിലി ടാസ്ക് ഫോളോ ചെയ്യുന്നുണ്ട്. സാർ മുന്നേ പറഞ്ഞ ബ്രഹ്മാസ്ത്ര, പിനാക്കിൾ GK ആൻഡ് ഇംഗ്ലീഷ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനി ഞാൻ ഇത് ഫോളോ ചെയ്യണോ? കൺഫ്യൂസ്ഡ്. പർമാർ പെയ്ഡ് ബൈ ചെയ്തു, എല്ലാം കൂടി ടൈം മാനേജ്മെൻറ്റ് റെഡി ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേണ്ട കാരണം നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കിയാൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ കമൻറ്റ് വെച്ചിട്ട് സ്ട്രാറ്റജി നിങ്ങൾ പറയത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും സ്ട്രാറ്റജി, ഇപ്പോൾ ഞാൻ പഠിച്ച രീതി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റജി ആവത്തില്ല, അതെൻ്റെ പഠന രീതി ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കി കോപ്പി അടിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തത്, നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് ഞാൻ ഓരോ വട്ടം 2027 ചെയ്തപ്പോഴും ചോദിച്ചു, 2025 സ്ട്രാറ്റജി ചെയ്തപ്പോഴും ചോദിച്ചു, 2026 എന്ത് ചെയ്തു ചോദിച്ചു. അപ്പോൾ അതിന് നിങ്ങൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ തരുമ്പോൾ എന്താവും? ഇതൊരു കംപ്ലീറ്റ് സ്ട്രാറ്റജി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ എല്ലാ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കിട്ടിയിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ എന്താവത്തുള്ളൂ, ഇതൊരു കംപ്ലീറ്റ് സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പേ CGL 2026 ഇപ്പോൾ തുടക്കക്കാർ ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2026 CGL 2026 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ CHSL 2026 ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ CGL എന്ന് പറയുമ്പോഴും അവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, സ്റ്റെനോ ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ. MTSനൊന്നും ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. MTSന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് തന്നെ മതി. പാറ്റേൺ മാറിയാനുള്ള ചേഞ്ച് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ SSC അല്ലെങ്കിൽ 2026 എക്സാം എന്ന് പറയുമ്പോൾ അത് എല്ലാ എക്സാംസിനെയും കവർ ചെയ്യും. അപ്പോൾ ഞാൻ മെയിനായിട്ട് CGLനെ ഫോക്കസ് ചെയ്ത് പറയുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ CGL എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ലെവൽ എക്സാം ആണ്. ആ ഡിഗ്രി ലെവലിൽ ഡിഗ്രി ഉള്ള, ഇപ്പോൾ CHSL +2 ലെവലാണെങ്കിലും അവിടെ ഡിഗ്രി ഉള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ CGL ലെവലിൽ പഠിച്ചവരുടെ കൂടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഇത് CHSL ലെവലിലുള്ള മാത്രം മെറ്റീരിയൽ, CGL ലെവലിലുള്ള മാത്രം മെറ്റീരിയൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് 4 സബ്ജക്റ്റുകൾ വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് CHSL ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, അത് ക്രാക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഏത് എക്സാമും ആയിക്കോട്ടെ. റെയിൽവേയുടെ എക്സാം സെപ്പറേറ്റ് ആണ്. റെയിൽവേയുടെ സെപ്പറേറ്റ് സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ CGL പഠിക്കുന്നത്, അല്ലെങ്കിൽ SSC
എക്സാം നിങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം വേണം. വൈ എസ് എസ് സി അല്ലെങ്കിൽ വൈ എസ് എസ് സി സി ജി എൽ എസ് എസ് സി സി ജി എൽ എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ എന്താണ്? ജോബ് സെക്യൂരിറ്റി ആണ്. അത് ആരോടും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മുടെ ജോലി എന്ത് സംഭവിച്ചാലും, മാർക്കറ്റ് ഇടിഞ്ഞാലും, ട്രംപ് എന്ത് ചെയ്താലും, അല്ലെങ്കിൽ യുദ്ധം വന്നാലും ഏറ്റവും അവസാനം വരെ നമ്മൾ ആര് കാണും? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലി നമ്മുടെ കയ്യിൽ കാണും. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി പോലെ അതിലും എന്താണ് സെക്യൂരിറ്റി ഉള്ളതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലി. അടുത്ത രണ്ടാമത്തേത്, നമുക്ക് പ്രൈവറ്റ് ജോലി പോലെ ഒരുപാട് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമുക്ക് ഒരുപാട് സമയം, ഒരു 3, 4, 5 മണിക്കൂർ ദിവസം വർക്ക് ചെയ്താൽ മതി. അത് ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും അല്ല, പക്ഷേ അങ്ങനെ അല്ലാതെ കൂടുതൽ ചെയ്യുന്നിടത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അടുത്ത എന്താണ്? നമുക്കൊരു പവർ ഫീൽ ചെയ്യും. പല ജോലികളിലും എന്തുണ്ട്? CBI, ED, കസ്റ്റംസ്, NCB, അതിലൊക്കെ എന്തുണ്ട്? ഇൻകം ടാക്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പവർ ഫീൽ ചെയ്യും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. പിന്നെ നമുക്ക് ഹോം സ്റ്റേറ്റ് കിട്ടാനുള്ള ചാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തുണ്ട്? ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലുണ്ട്. നമുക്ക് കറക്റ്റ് 1-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യും? ശമ്പളം കിട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താണ്? ജോലിയുടെയും നമ്മൾ പഠിക്കുന്നതും കഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു എക്സാം പഠിക്കുന്നത്? ബിഗിനേഴ്സ് ആയിട്ട് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് അത് പിക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ, ഒരു ബിഗിനർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. മുഴുവനും കാണാൻ പറ്റും എന്നുള്ളൊരു മാത്രം ഇരുന്നാൽ മതി. അല്ലാത്തൊരു എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെട്ട് ഫുള്ള് കാണണ്ട. ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഹിന്ദി ചാനലിൽ പോയിട്ട് അവരുടെ സ്ട്രാറ്റജി, അവർ പറയുന്ന സ്ട്രാറ്റജി, ഒരു വ്യൂസ് നോക്കിയിട്ട് വേറെ കൂടുതൽ വ്യൂ ഉള്ള സ്ട്രാറ്റജി എടുത്ത് പഠിക്കുന്നു. പറന്ന് ഇപ്പം പഠിച്ചു വന്നിട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയാലും ലാസ്റ്റ് എന്തായിരിക്കണം? അതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഏറ്റവും മാക്സിമം ഡെഡിക്കേഷൻ കറക്റ്റായിട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ കൺസിസ്റ്റൻസി ജസ്റ്റ് ഒന്ന് മാറിപ്പോയാലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലൂടെ എത്താൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ചെന്നിട്ട് കുറച്ച് പേരുടെ ഡൗട്ട് കണ്ടു, 1 മാസം നിർത്തി, ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അപ്പോൾ അതിനൊക്കെ വഴികളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, പിന്നെ കുറച്ച് ആൾ പഠിച്ചില്ല, എന്നിട്ട് ഇതുവരെ ഒരു സ്ട്രാറ്റജിയിലായിരിക്കും പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എവിടെ ഒന്ന് ബ്രേക്കായെന്ന് പറഞ്ഞിട്ട് പോയി അടുത്ത സ്ട്രാറ്റജി കാണും, എന്നിട്ട് കുറച്ചൊന്ന് പഠിച്ചിട്ട് എന്നിട്ട് അടുത്ത സ്ട്രാറ്റജി കാണും, എന്നിട്ട് അടുത്ത ഇൻ്റർവ്യൂ കാണും, അടുത്ത ഇത് കാണും. അങ്ങനെ കാണാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. ഞാനിത് പറയുന്നത് 1 and 1 only ടൈമാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം സ്ട്രാറ്റജി വീഡിയോസ് ഒന്നും ഈ ചാനൽ ഇടാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പല സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് സോഴ്സിൻ്റെ ഒരു കുറവുമില്ല, പല സ്ഥലത്തുനിന്ന് പല വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് തപ്പിപ്പോവുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ സമയവും നിങ്ങളുടെ തന്നെ കഴിവുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരുത്താം. നിങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ടൈമിനെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിങ്ങളുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി. അല്ലാതെ 8 മണി മുതൽ 9 മണി വരെ ഇത് ചെയ്യുക, അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരാളെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഓരോ ദിവസം അനുസരിച്ച് മാറും. അപ്പോൾ ടാർഗറ്റ് ആദ്യം ഫിക്സ് ചെയ്യുക. ആ എന്തൊക്കെ ടാർഗറ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. നിങ്ങൾക്ക് CGL 2024 CGL CHSL 2024 സ്ട്രാറ്റജി വീഡിയോ ഒന്ന് കാണാം. അതിനകത്ത് ഞാൻ ടൈം മാനേജ്മെൻറ്റിൻ്റെയും കാര്യങ്ങളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തരാൻ ആ ഒരു വീഡിയോയ്ക്ക് പറ്റും. ആ വീഡിയോ കാണും. അതിലെ മെത്തേഡ്സ് ഇതിലെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തുകൊണ്ടാണ് CGL പഠിക്കുന്നത് നോക്കും. എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്കത് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ ഇതിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം, ഐ ആം ഇൻകം ടാക്സ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്? ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ ഐ ആം കസ്റ്റംസ് ഇൻസ്പെക്ടർ, ഐ ആം അല്ലെങ്കിൽ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ED ഓഫീസർ, അല്ലെങ്കിൽ MEA. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്? GST ഇൻസ്പെക്ടർ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. 1 day I will achieve, അങ്ങനെ എഴുതി വെക്കുക. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അപ്പോൾ I will make my parents proud എന്ന് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ താഴെ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇന്ന ദിവസം തിരിച്ച് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ ഇതിന് റിപ്ലൈ ആയിട്ട് പറയും ഞാൻ ഈ ജോലി കിട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുക? നമ്മളുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നിങ്ങളുടെ പഠിക്കുന്നതിന് മുമ്പിൽ എന്ത് ചെയ്യുക? ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ, ഇന്നറായിട്ടുള്ള മോട്ടിവേഷൻ വരും. വെറുതെ വീഡിയോ കണ്ട് കിട്ടുന്നതല്ല മോട്ടിവേഷൻ.
നിങ്ങളുടെ വീട്ടുകാരെ നോക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പലർക്കും പല രീതിയിലാവും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ഒറ്റ പോസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡ്രീം പോസ്റ്റുകൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് വെക്കണം. ഇൻകം ടാക്സ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് CBI ഉണ്ട്, ED ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് വർക്ക്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കണം. ഇനിയിപ്പോൾ +2 ലെവലാണെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണം, ഈ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഒറ്റ പോസ്റ്റായിട്ട് വെക്കരുത്. പിന്നത്തെ കാര്യം പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴേ ഞാൻ ഈ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അറിയണം, ഇപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് 150 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 110 ഉള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പം നിങ്ങൾക്ക് 99% മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എഴുതിയ 100 പേര് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര ഉണ്ട്? 99 മാർക്കുണ്ട്, അല്ലെങ്കിൽ 99ാമത്തെ സ്ഥാനമാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എഴുതിയ 99% ആൾക്കാരേക്കായും മാർക്ക് നിങ്ങൾക്കുണ്ട്. അതാണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേഴ്സൻറ്റേജ്, നിങ്ങൾ മോക്ക് എഴുതുവാനും മോക്കോ അനാലിസോ എന്തോ നോക്കുകയാണെങ്കിലും ഈ പേഴ്സൻറ്റേജ് മാക്സിമം ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ Tier 1 എക്സാമിന് നിങ്ങളൊരു 95%, Tier 2 എക്സാമിന് ഒരു 98% പേഴ്സൻറ്റേജിന് മോക്ക് ടെസ്റ്റിന് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഈ മോക്കൊന്നും എഴുതാത്തവരാണ്, നിങ്ങൾ തുടക്കക്കാരാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി ഒന്ന് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, Tier 1 പെട്ടെന്നൊന്ന് പറയാം, കുറേ പേര് അറിയാവുന്നവരാണ്. Tier 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, നമുക്ക് 4 സബ്ജക്റ്റാണുള്ളത്. റീസണിങ് ഉണ്ട്, ഞാൻ ജനറൽ ഇൻ്റലിജൻസ് എഴുതുന്നു. മാത്സ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രിലിംസ്. ഇപ്പോൾ എല്ലാ 25 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാത്തിനും 50 മാർക്ക്. 25 ക്വസ്റ്റ്യൻ വെച്ച് 4 സബ്ജക്റ്റ്, അങ്ങനെ എല്ലാത്തിനും 2 മാർക്ക് വെച്ച് ടോട്ടൽ 200 മാർക്കിനാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അത് എത്ര മിനിറ്റേ ഉള്ളൂ? 60 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ സെക്ഷണൽ ടൈമിംഗ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആദ്യം ഇംഗ്ലീഷ് എഴുതാം, പിന്നെ GK എഴുതാം, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഈ ടൈറ്റ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ PSC പോലെ അല്ല, സമയം എന്താണ് വളരെ കുറവാണ്. നെഗറ്റീവ് മാർക്കുണ്ട്, നെഗറ്റീവ് മാർക്ക് 0.5 ആണ്, അത് ശ്രദ്ധിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 200 മാർക്കിന് 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇനി മെയിൻസ് വരുമ്പോൾ, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, മെയിൻസ് വരുമ്പോൾ അവിടെ പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1 നമുക്ക് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും ഇൻ്റലിജൻസും കൂടെ ഒരുമിച്ച് ടോട്ടൽ 60 ക്വസ്റ്റ്യൻ, 180 മാർക്കാണ്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ച് 60 മിനിറ്റ്. അപ്പോൾ ഇവിടെ മാത്സ് റീസണിങ് നല്ല ഫാസ്റ്റായിട്ട് സെറ്റായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? നിങ്ങൾ ഇവിടെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കുറയും. അതുകൊണ്ട് മാത്സ് റീസണിങ്ങിൻ്റെ സ്പീഡ് എന്തായിരിക്കും? 60 മിനിറ്റ് 60 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്പീഡ് നിങ്ങൾ സെറ്റാക്കിയിരിക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ GKയും ഇംഗ്ലീഷും. ഇപ്പോൾ ഇംഗ്ലീഷും GK 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻ, അങ്ങനെ 70 ക്വസ്റ്റ്യൻ 210 മാർക്കാണ്. ഇത് 135 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. GK 75 മാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേണുകളിലായിരുന്നു നമുക്ക് GKയും റീസണിങ്ങും പ്രിലിംസും മാത്രമേ ഉള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട്? മെയിൻസിലും നമ്മുടെ GKയുടെ അതുപോലെ റീസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ 210 ഇവിടെ, 180 ഇവിടെ, ടോട്ടൽ 390 നമ്മളുടെ ജോലിക്ക് വേണ്ടിയുള്ള മെറിറ്റ് തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. പക്ഷേ അവിടെ തന്നെ ഈ QAയും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങളുടെ സമയം എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ ടെസ്റ്റ് മെറിറ്റിൽ വരത്തില്ല, പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വാളിഫൈ ആവും. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കാണ്, 60 മാർക്കിനുണ്ട്. പിന്നെ ഡേറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റിൻ്റെ വീഡിയോ, ടൈപ്പിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെ ടൈപ്പിംഗ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? ഇപ്പോഴേ പഠിച്ചാൽ അത്രയും നല്ലതാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ ഇപ്പോഴേ തന്നെ ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ 2 സെക്ഷനുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും JSO എന്ന് പറയുന്ന പോസ്റ്റിന്, AAO പോസ്റ്റിന് പേപ്പർ 3 ഉണ്ട്. AAO ഈ പ്രാവശ്യം വേക്കൻസി ഇല്ല, അടുത്ത പ്രാവശ്യം ഒന്നും വേക്കൻസി ഇല്ലെന്നാണ് തോന്നുന്നത്. അത് സെപ്പറേറ്റ് പേപ്പേഴ്സാണ്. അതിന് സെപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ഉണ്ട്. ഫൈനാൻസ് എക്കണോമിക്സിൻ്റെ AAOയുടെ പേപ്പർ ഉണ്ട്. അത് സെപ്പറേറ്റ് ദിവസമുള്ള എക്സാമാണ്. അപ്പോൾ ഇതാണ് മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും എന്തെന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി സിലബസ് ഓൾറെഡി CGL 2025 നോട്ടിഫിക്കേഷനിൽ
ഉള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കാം. ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, സിലബസ് അപ്ലോഡ് ചെയ്യാം ടെലിഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയുകയാണ്, എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാം. ഹൗ മച്ച് ടൈം യു നീഡ്, എത്ര സമയം വേണം? ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ 2026 വേണ്ടി റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ 3 മാസം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റ് ആകും. ഇനി നിങ്ങൾ കുറച്ച് സെറ്റായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അത്യാവശ്യം അടിപൊളി നന്നായിട്ട് ഇപ്പം എഞ്ചിനീയറിംഗ് ഒക്കെ നല്ലോണം പഠിച്ചാണ്, ചുമ്മാ എഞ്ചിനീയറിംഗ് പഠിച്ചതല്ല, നല്ലോണം പഠിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ IIT JEE ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെറ്റ് ആക്കാം. ഇനി അങ്ങനെയല്ല, അബ്സല്യൂട്ട് ഏറ്റവും ബിഗിനർ ലെവലിൽ, ഏറ്റവും മോഡറേറ്റ് ലെവലിൽ, ആവറേജ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 9 മാസം നിങ്ങൾക്ക് എടുക്കും. മിനിമം 9 മാസം. ഞാൻ വെറുതെ പഠിച്ചുകൊണ്ടിരുന്ന 2-3 വർഷം കഴിയുന്നവരുടെ അല്ല, മിനിമം ഒരു 9 മാസം നിങ്ങൾ വർക്ക് ചെയ്യണം. മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ. അപ്പം അങ്ങനെയുള്ള എല്ലാ ഇത്രയും നാൾ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം, നേരത്തെ ജോലി കിട്ടുന്നവരെ അറിയാം. അപ്പം അതിന് നിങ്ങളുടെ വർക്ക് അനുസരിച്ചിരിക്കും എത്ര സമയം എടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി വേണോ, കോച്ചിങ് വേണം? ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ചോദ്യമാണ്, സെൽഫ് സ്റ്റഡി വേണോ, കോച്ചിങ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. പിന്നെ നഷ്ടത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ കോച്ചിങ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണ്ടത്തെ അവസ്ഥയല്ല. പണ്ട് എല്ലാവരും ബുക്ക് നോക്കി, കുറേ പേരെന്തായിരുന്നു ബുക്ക് നോക്കി തന്നെയായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് വായിച്ച് പഠിക്കുന്നവൻ എന്താണ്, അവിടെ വിജയമാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാരൊക്കെ അവർ കോച്ചിങ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് എന്താണ്, അത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഇവിടെ ഉള്ളവർ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ബുക്ക് വായിക്കുന്നു, നന്നായിട്ട് വായിച്ച് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. കോമ്പറ്റീഷൻ ഈ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞാലും അത്ര ഒരു നോളജ് ഇല്ല, ഈ ബുക്കിലെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത്രമാത്രം കോമ്പറ്റീഷനാണ്, അത്രമാത്രം റിസോഴ്സസ് ആണ്. ഇപ്പോൾ ഒരുത്തൻ പഠിക്കണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അവനെ തോപ്പിക്കാൻ ആരുമില്ല. പഠിക്കണമെന്ന് പറഞ്ഞ് അവൻ വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത്രമാത്രം സോഴ്സുകളാണുള്ളത്. എവിടെയും പോകണ്ട, വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം, സെറ്റായിട്ട് പഠിക്കാം. ആ ഒരു മനസ്സും ആ ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചറും മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, ഏറ്റവും ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു കോച്ചിങ്, അതിപ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, അത് നിർബന്ധമായിട്ടും പോകണം. അപ്പം അത് സമയമുണ്ട്, പല സ്ഥലത്തും 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. 6 മാസം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കോച്ചിങ് മാത്രമായിട്ട് നിങ്ങൾ കയ്യിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ 9 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ എഫേർട്ട് കൂടെ ഇട്ടിട്ടാണ്. അപ്പം നിങ്ങളുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ, ഓൺലൈനിലുള്ള നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ, ഹിന്ദി ക്ലാസ്സുകളായിക്കോട്ടെ. ഹിന്ദി ക്ലാസ് ഏറ്റവും നല്ല ക്ലാസ്സുകളാണ്. അപ്പം അത് ഹിന്ദി ക്ലാസ് എടുക്കണോ അല്ലാതെ മലയാളത്തിലുള്ള ഏത് ക്ലാസ് എടുക്കണോ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൺലൈനുള്ള ക്ലാസ്സുകൾ അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഓഫ്ലൈൻ ഉള്ളത് എന്താണ്, അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടും. അതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ള കുട്ടികളോട് ഇരുന്ന് പഠിക്കാം, അവിടുന്ന് ഒരു മെറ്റീരിയൽ തരും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്, നിങ്ങളുടെ എന്ത് ചെയ്യും, ആ ഒരു കോച്ചിങ്ങിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, കോമ്പറ്റീഷൻ്റെ ലെവലും നിങ്ങൾക്ക് ആ ഒരു എന്താവും, നിങ്ങൾ ആ ഒരു ഫീൽഡിലോട്ട് എൻ്റർ ആവും. വീട്ടിൽ നിന്ന് പഠിച്ചാൽ എന്താണ് പ്രശ്നം? വീട്ടിൽ നിന്ന് പഠിച്ച കൊറോണ സമയത്തൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒറ്റയ്ക്കായിപ്പോൾ ഡീമോട്ടിവേറ്റ് ആയിപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മടുക്കും. പെട്ടെന്ന് മടുക്കാതിരിക്കാനുള്ള ചാൻസ് എന്താണ്, വഴി എന്താണ്, നിങ്ങൾ പോവുക, കോച്ചിങ്ങിന് പോവുക. കോച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് പഠിക്കുക. പക്ഷെ പഠിക്കാനുള്ള സോഴ്സുകൾ എന്തായിരിക്കണം, നമ്മുടെ ഓൺലൈനിലുള്ള സോഴ്സുകളായിരിക്കും. അങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 9 മാസം കൊണ്ട് ഏറ്റവും ബിഗിനർ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ദിവസം എത്ര സമയം പഠിക്കണം, അത് ഞാൻ ആ കമൻറ്റിൻ്റെ ഇതിനകത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ സെൽഫ് സ്റ്റഡിയൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നത്, കോച്ചിങ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും ചെയ്യുന്നത് ആക്റ്റീവായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. ചുമ്മാ കുറച്ചാൾ പഠിച്ചില്ല, അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഒരു കോച്ചിങ് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് 20,000 15,000 ഒന്നും കൊടുത്ത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് തന്നെ മതി, ഓൺലൈൻ ക്ലാസ് മതി. നിങ്ങൾക്ക് എത്ര അഫോർഡബിൾ ആയിട്ടാണ് ഇപ്പോൾ ക്ലാസ് കിട്ടുന്നത്. നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ, അങ്ങനെ ചാർജ് ചെയ്തതെന്ന് വിചാരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും റേറ്റ് കുറച്ച് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അവൈലബിൾ ആകുമ്പോൾ, അപ്പോൾ പൈസ ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കാതിരിക്കേണ്ട. ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് CGL ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലൈനിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവിടെ വേണ്ടുന്ന എന്താണ്, പൈസ ഇല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ത് ചെയ്യും, അതനുസരിച്ച് ഹൈ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമെന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ വളരെ ഹൈ ആയിരിക്കണം. അപ്പോൾ ഇരുന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ മാത്രം മതി. ഓക്കെ. അപ്പോൾ അതാണ് ഈ കോച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റ് വൈസ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം. എന്നിട്ട് ഞാൻ ഈ ഒരു എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെയും ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരം തരാം. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മുടെ സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ മാത്സ് നിങ്ങൾക്ക്
പ്രിലിംസിന് 25 ക്വസ്റ്റ്യൻ ഉണ്ട്, മെയിൻസിന് 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ 90 മാർക്കും ഇവിടെ 50 മാർക്കുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ മാക്സിമം മാർക്ക് വാങ്ങണം. ഇപ്പോൾ പാറ്റേൺ മാറി, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, കുറച്ച് 2, 3, 4 ടോപ്പിക്ക് എക്സ്ട്രാ വന്നു. അപ്പോൾ അതിൻ്റെ പേടിയിലാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങളുടെ SSCയുടെ CGLൻ്റെ സിലബസ് എന്താണോ കൊടുത്തിട്ടുള്ളത് 2021, 2022 ഈ പാറ്റേൺ മാറിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രിലിംസും മെയിൻസിലും ഇങ്ങനെ നേരത്തെ 100 ക്വസ്റ്റ്യൻ ആയിരുന്നു CGLലുള്ളത് മെയിൻസിന്, അത് മാറി 30 ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണോ സിലബസ് വന്നത് അതേ സിലബസ് തന്നെയാണ് 2026 CGLനും വരാൻ പോകുന്നത്. ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല, ഇതുവരെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ചേഞ്ച് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിന് ഇതുവരെ പഠിച്ച കാര്യങ്ങളിലുള്ള ആ ഒരു മെത്തേഡ് തന്നെ മതി. എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ മാത്സ് ഈ ഒരു സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ന്യൂ ടോപ്പിക്ക് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ന്യൂ ടോപ്പിക്ക് വന്നത് ആരെങ്കിലും ഈ ന്യൂ ടോപ്പിക്കിൻ്റെ കാര്യം നേരത്തെ അറിയുമായിരുന്നോ? ഇല്ല. എക്സാം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലായത് ന്യൂ ടോപ്പിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചോദ്യം ചോദിക്കുന്നത്. അത് അവർക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്. എഡ്യൂക്കേറ്റി എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അവിടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി സിലബസ് ഔട്ട് ഓഫ് സിലബസിൽ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ ഇത് തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ അതൊരു 3-4 ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ പണ്ടും 25 എല്ലാവരും ഈ പറയുന്നവരെല്ലാവരും 25-ൽ 25ഉം 30-ൽ 30ഉം ശരിയാക്കിയിരുന്നവരല്ല. അവർക്ക് ഒരു 3-4-5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളായിരുന്നു, കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഒരു 4 ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാണുന്ന പ്രവണത എന്താണ്, പുതിയ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് തപ്പിക്കൊണ്ട് പോവുക. പാറ്റേൺ മാറി എന്ന് പറഞ്ഞിട്ട് പഴയതൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ എന്താണ്, സിലബസ് ആണ്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു കളിയും നടക്കത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് വൃത്തിയായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് മുതൽ എന്ത് ചെയ്യുന്നതാണ്, ഈ വീഡിയോ 2 വർഷം കൊണ്ട് ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ്, മാത്സിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, ഈ ഒരു പ്ലേലിസ്റ്റാണ് മാത്സ് സ്പെഷ്യൽ ബാച്ച് ഫോർ SSC ആൻഡ് RRB. അപ്പോൾ ഇതിൽ ഓൾറെഡി 52 വീഡിയോ ആയി. 52 വീഡിയോ. അതിൽ ആദ്യത്തെ 20 വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളുടെ ഡിജിറ്റൽ സം ബേസ് ആണ്. ഏറ്റവും ബേസ് മുതലാണ്, അതാണ് ആദ്യത്തെ കാര്യം, ഏറ്റവും ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഉണ്ട്. SSC GD 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു 6 ക്ലാസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബേസ്, ഇതിൽ കൂടുതൽ ബേസ് നിങ്ങൾക്ക് കിട്ടാനില്ല. ആ 6 ക്ലാസ് കണ്ട് തുടങ്ങാൻ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 6 ക്ലാസ് ഓൾറെഡി അവിടെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ സം, അപ്രോക്സിമേഷൻ, ലാസ്റ്റ് ഡിജിറ്റ് കൺസെപ്റ്റ്, മൾട്ടിപ്പിൾ ചെക്കിംഗ് കൺസെപ്റ്റ്, അങ്ങനെയുള്ള 0.0 മെത്തേഡ്, ഇങ്ങനെ ഒരു 20 ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയത്. ഇപ്പം 30+ ക്ലാസ് ആയി. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലോ ഒരു ഓൺലൈൻ ക്ലാസ്സിലോ നിങ്ങൾ പോലെ ഇത്രയും ക്ലാസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് നോക്കിക്കോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 9 മാസം അല്ലെങ്കിൽ 10 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്ന മാത്സ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. ഏറ്റവും ബേസ് മുതൽ ഏറ്റവും ബെസ്റ്റ് ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബെസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ നോർമൽ ലെവലായിട്ടാണ് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഫ്രീ ആയിട്ട് ഫുള്ള് എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് ഇടാമെന്നാണ്. പക്ഷേ ഒരു പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പോവും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ചെയ്ത് ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്തും. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് കാണുന്ന ആദ്യത്തെ വീഡിയോ എന്തായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ബേസ് ലെവലിൽ നിന്ന് കെട്ടിപ്പൊക്കി ഈ ലെവലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതുവരെയുള്ള എൻ്റെ കുട്ടികൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആ ലെവലെത്തുന്നത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ആയിട്ട് വരണം. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ലെവലായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. പക്ഷെ അത് പഠിച്ച് കറക്റ്റായിട്ട് വന്ന ഒരാൾക്ക് എന്താവത്തില്ല, അത് നോർമൽ ലെവലായിട്ട് തോന്നും. എന്ത് കാര്യങ്ങളും പുതുതായിട്ട് കാണുമ്പോൾ എന്താണ്, നമുക്ക് പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരാൾ എന്ത് ചെയ്യും, വന്നിട്ട് ഡൗട്ട് വയ്ക്കും. എന്നിട്ട് പറയും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഈ പുള്ളി പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല, വെറുതെ എന്ത് ചെയ്യാണ്, ഞാൻ ഷോ ഓഫ് നടത്തുവാണെന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വേണമെന്ന് തോന്നിയത്. അപ്പോൾ എനിക്ക് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേറെ പുതുതായിട്ട് നിങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇതിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നത്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് പഠിക്കുന്നവർക്ക് ഞാൻ ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, പെയ്ഡ് ക്ലാസ് എടുക്കുക. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നവരായിക്കോട്ടെ, വേറെ എവിടെ പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഇതെടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അതാണ് മാത്സിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കാം. അപ്പോൾ എൻ്റെ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എൻ്റെ അത് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ എന്താണ്, ബേസ് ലെവൽ മുതൽ അതും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലെവലും. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതിൽ ഇപ്പോൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് ആ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ കമൻറ്റിൽ പറയാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കും. നിങ്ങൾ എന്തായാലും പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ലെവലിൽ ന്യൂ പാറ്റേണും എല്ലാം ഉൾപ്പെടുത്തി കൺസെപ്റ്റും അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. എങ്ങനെ എക്സാം എഴുതണം, നിങ്ങൾ എൻ്റെ ഒലിവ് ബോർഡിൻ്റെ സൊല്യൂഷനൊക്കെ കണ്ടു കാണും. എങ്ങനെ എക്സാം എഴുതണം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളെ എല്ലാ ക്വസ്റ്റ്യനും ബേസിക് മെത്തേഡും മാഗ്നാമെറ്റർ മെത്തേഡും എല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ മെമ്പേഴ്സ് ക്ലാസ്സാണ്, മാത്സ് ബാച്ച്. അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പെയ്ഡായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ പെയ്ഡ് എടുത്ത് പഠിക്കുക. പഠിക്കുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. മോക്ക് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മോക്കിൻ്റെ ഒരു ചാനലും ഉണ്ട്, അല്ലെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളുടെ ഒരു ടെലിഗ്രാം ചാനലും ഉണ്ട്. അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് മസ്റ്റായിട്ടും എടുത്ത് പഠിച്ചിരിക്കണം. മസ്റ്റാണത്. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ആക്കും. വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ എടുത്തിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കും. ഒരു ഹിന്ദി ചാനൽ ഞാൻ സെർച്ച് ചെയ്തില്ല. കാര്യം എന്തിനാണ്, ഒരുപാട് കണ്ടൻറ്റാണ്, ആവശ്യമില്ലാതെ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് കുളമാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പഠിക്കുവാണെങ്കിൽ ഇതെടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നതുകൊണ്ടാണ്. ഡിസ്ട്രാക്ഷൻസ് ഒരുപാടാണ് യൂട്യൂബിൽ. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്, യൂട്യൂബിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസ്, ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വേറെ നമുക്ക് ഇഷ്ടമുള്ള വേറൊരു വീഡിയോ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു പേടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, തപ്പിയെടുത്ത് പഠിക്കണം. അത് നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് കോട്ടം തട്ടിക്കും. അതാണ് പ്രശ്നം. ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ, ഇപ്പോൾ പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കുമായിരുന്നെങ്കിൽ ഓക്കെ. ഇത് നിങ്ങളെന്താണ്, ഇതൊരു പ്രോസസ്സാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, ബിഗിനർ ലെവലിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് എത്തുന്ന ഒരു 7-8-9 മാസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് പേര് കാണും ഒരു വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്കുള്ള ആൻസറൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതെന്ത് ചെയ്യണം, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് സിലബസ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ബുക്കിൻ്റെ കാര്യം ചോദിക്കും. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ക്ലാസ്സിലാണെങ്കിൽ എന്തുണ്ട്, ഇതിൻ്റെ ക്ലാസ് നോട്ട് ഉണ്ട്. ആ ക്ലാസ് നോട്ട് എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ, ബാക്കി ക്ലാസ് കാണുമ്പോൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്റർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നോട്ട് എടുത്ത് റിവൈസ് ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും ക്വസ്റ്റ്യൻ എടുത്ത് എഴുതരുത്. ക്വസ്റ്റ്യൻ എടുത്ത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിക്കോണം. അത് ചുമ്മാ ടൈം വേസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യണം. അത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴാണ് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് വേറെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് കണ്ടു, സിലബസ് കംപ്ലീറ്റ് ചെയ്തു. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എന്ത് ചെയ്തു, അതിൻ്റെ സെക്ഷണൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചാപ്റ്റർ ടെസ്റ്റുകൾ ചെയ്തു. ഇനി ബുക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ക്ലാസ് കണ്ടു, ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് കണ്ടു. ഇപ്പോൾ റേഷ്യോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന് ഞാൻ ബുക്ക് എടുക്കുവാണ്. ബുക്ക് എടുക്കുന്ന സമയത്ത് മാത്സിന് ഒരു ബുക്ക് വാങ്ങിയാൽ മതി. നമ്മളുടെ പിനാക്കിളിൻ്റെ തന്നെ 7th എഡിഷൻ SSC മാത്സ് ഈ ബുക്ക് വാങ്ങിയാൽ മതി. പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതെന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ കിട്ടും. നിങ്ങൾ ചുമ്മാ അതിന് വേണ്ടി ഇനി ബുക്കും കാത്തിരിക്കണ്ട. പുതിയ മോഡൽ ബുക്ക് ഇറക്കട്ടെ അതിന് വാങ്ങില്ല, നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങാം. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ സിലബസിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിലെ നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ ഏത് പാറ്റേൺ വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. പുതിയ പാറ്റേൺ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. അത് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കിട്ടും. അല്ലെങ്കിൽ ആ ഒരു എക്സാം നടന്നിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷേ പഠിക്കുന്ന 2026 ബിഗിനേഴ്സ് ലെവലിൽ പഠിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, നിങ്ങൾ ക്ലാസ് കണ്ടു, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കി ആദ്യം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യണം, ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ചാപ്റ്റർ തീർന്നതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തെ റൗണ്ടാണ് നമ്മൾ റിവിഷനും ടൈമറായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കുന്നു പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പെയ്ഡ് ക്ലാസ് കാണുകയാണെങ്കിൽ പെയ്ഡ് ക്ലാസ് കാണുക, അതിൽ ക്ലാസ് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പിനാക്കലിൻ്റെ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോഴാണ് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, കാണാതല്ല,
നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടൊക്കെ വരുവാണെങ്കിൽ നേരത്തെ പഠിച്ച ക്ലാസ് നോട്ടുകളിൽ നോക്കുക, അതിൻ്റെ ബാക്കിലെ സൊല്യൂഷൻ നോക്കുക, അങ്ങനെയൊക്കെ പഠിക്കുക. എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, സ്വന്തമായിട്ട് ടൈമർ ഇട്ടിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 വട്ടം ഈ പിനാക്കിൾ ബുക്ക് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ ഈ ക്ലാസ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ മാത്സ് പഠിച്ചു നോക്കൂ ഡെയിലി. അതുപോലെ തന്നെ ഡെയിലിയുള്ള കാൽക്കുലേഷൻ എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലിയുള്ള കാൽക്കുലേഷൻ എക്സസൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഡെയിലിയുള്ള കാൽക്കുലേഷൻ എക്സസൈസ് അത് ഓൾറെഡി വീഡിയോയിലുണ്ട്. മാഗ്ന മെൻറ്റർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. രണ്ടാമത്തത് നമ്മുടെ ക്ലാസ് കംപ്ലീഷൻ, ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെയാണ് നമ്മുടെ പിനാക്കിൾ ബുക്ക്. നാലാമത്തെയാണ് നമ്മുടെ സെക്ഷണൽ ടെസ്റ്റ് മാത്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു മെമ്പേഴ്സ് ക്ലാസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ക്ലാസ്സും സിലബസും അവിടെ കംപ്ലീറ്റ് ആവും. പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യിപ്പിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, സെക്ഷണൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. കാൽക്കുലേഷൻ എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഏതെങ്കിലും വെച്ച് പഠിക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഉറപ്പ് വരുത്തും. മാത്സ് സമയം കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൽ മാത്സിൻ്റെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എല്ലാവരും എടുക്കണം. ഇതിൻ്റെ ബാക്കിലായിപ്പോല്ലോ SSC മാത്സ് PYQ. ഞാൻ കോപ്പി ചെയ്ത സമയത്ത് ഇതിൻ്റെ ബാക്കിലാണ് പോയി. അതിനകത്ത് SSC മാത്സ് PYQ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതെടുത്ത് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. SSC മാത്സിൻ്റെ SSC ഇംഗ്ലീഷ് പോലെ തന്നെ SSC മാത്സ് ഉണ്ട്. അതെടുത്ത് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, പാസ് പ്രോ മതി. അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, മസ്റ്റായിട്ട് വേണ്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സബ്ജക്റ്റാണ്. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പഠിക്കാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, സെക്ഷണൽ ടെസ്റ്റുകൾ എഴുതാം. ഓക്കെ, ഇനി നമ്മളുടെ മെമ്പേഴ്സ് ക്ലാസ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ്, റീസണിങ്, GKയുടെ ഡെയിലിയുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നു. ഇപ്പം മാത്സ് ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ചാപ്റ്റർ ടെസ്റ്റുകളിലൂടെ വരും. പിന്നെ പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. മാത്സിന് വേണ്ടത് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ്. രണ്ടാമത്തെ കാര്യം സിലബസ് കംപ്ലീഷൻ, ക്ലാസ് വെച്ചിട്ട്. അതുപോലെ ക്ലാസ് നോട്ടിൽ ക്ലാസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുപോലെ പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്യാം. അതും ടൈമർ ഇട്ട് തന്നെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ സെക്ഷണൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യും. പിന്നെ റിവിഷൻ്റെ കാര്യം അത് ഞാൻ ആ ഒരു ക്വസ്റ്റിനകത്ത് വരുമ്പോൾ പറഞ്ഞു. മാത്സ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റീസണിങ്. അപ്പോൾ റീസണിങ് എന്താണ്, റീസണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോമൺ സെൻസ് ആണ്. ഇപ്പോൾ പുതിയ പാറ്റേണിൽ കുറച്ച് 25 ക്വസ്റ്റിന് ഒരു 10 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായിരിക്കും പ്രയാസമായിരിക്കും. പണ്ടൊക്കെ 25 എല്ലാവരും ചുമ്മാ ചെയ്തുകൊണ്ടിരുന്നതാണ്. റീസണിങ് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റീസണിങ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എന്ത് ചെയ്യാം, മോക്ക് എടുത്ത് തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല. റീസണിങ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാം, മോക്ക് എടുത്ത് തുടങ്ങാം, ഒരു സീനും ഇല്ല. അത് കോമൺ സെൻസ് ആണ്. അപ്പോൾ റീസണിങ് പഠിക്കാൻ വേണ്ടി നമ്മളുടെ ഈവൻ കോച്ചിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഹെക്ടർ വേറെ ഏതോ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ റീസണിങ് Tier 2 ബാച്ച് 0 to ഹീറോ ലെവൽ എന്ന് പറഞ്ഞിട്ട് കമൽ സാർ റീസണിങ് ഈവൻ കോച്ചിങ് നല്ലതാണ്, നല്ല വീഡിയോസാണ്. ഈ 100 വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസണിങ് ഒരു ദിവസം ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ ഒരു വീഡിയോ വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് കാണാവുന്നതാണ്. കോഡിംഗ് ആ ചാനലിൽ തന്നെ പല വീഡിയോസ് ഉണ്ട്. ഒരു ഫിക്സഡ് സമയം കൊടുക്കുക, ഒരു 45 മിനിറ്റ് ഞാൻ റീസണിങ്ങിൻ്റെ ഇത് തീർക്കും. അടുത്ത സിഗ്മ അക്കാഡമി, ഇത് 2 നല്ല ചാനൽ. ഈ 2 ചാനലിൽ നിന്ന് കണ്ടാൽ മതി. പിന്നെ ക്രിട്ടിക്കൽ റീസണിങ് ഒക്കെ പീയൂഷ് എന്ന് പറയുന്ന സാറുണ്ട്. അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സെറ്റ് ആയിക്കോളും. അതായത് അവസാനത്തേക്ക് വരുമ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഇതിന് വേണ്ടി പെയ്ഡ് കോഴ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, റീസണിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എടുക്കുക, റീസണിങ് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യാം. അതാണ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെയ്യുന്നത്. ടെലിഗ്രാം ചാനലിൽ എന്താ ചെയ്യുന്നത്, റീസണിങ്ങിൻ്റെ ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്ത് ചെയ്യും, 20,000-ലധികം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, റീസണിങ്ങിൻ്റെ ഈ മോക്ക് ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇവിടെ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യും. 20 ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഷറായിട്ട് ഏറ്റവും പുതിയ ഇതായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ആ രീതി ചെയ്യുക. ആ രീതി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കുക. ഇപ്പോൾ 10ൽ നിങ്ങൾക്ക് 3 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് 7 ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റീസണിങ് സ്വന്തമായിട്ട് ഇങ്ങനെ അനാലിസ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ സെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട്, യൂട്യൂബ് ചാനൽ പറഞ്ഞല്ലോ ഞാൻ, ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോക്കാം. യെസ്, യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആ ഒരു ടോപ്പിക്ക് അടിച്ച് നോക്കാം. ആ ഒരു ടോപ്പിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഡെയിലി രീതി ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് പഠിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇനി ബുക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരു ബുക്ക് ഞാൻ പറയാം. എനിക്ക് റീസണിങ്ങിന് ബുക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ല, നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതാണ്. സെക്ഷൻ ടെസ്റ്റുകൾ ചെയ്തിട്ട് ആ ടോപ്പിക്ക് യൂട്യൂബിൽ പോയി നോക്കുക. എന്നിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ആ നോട്ട്ബുക്ക് റിവൈസ് ചെയ്ത് പഠിച്ചാൽ ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനും പറ്റും. പിന്നെ ആ ഈവൻ കോച്ചിങ്ങിൻ്റെയും അതുപോലെ സിഗ്മ അക്കാഡമിയുടെയും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കും. അത്രയും മാത്രം മതി റീസണിങ്ങിന്. എന്നിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഡെയിലി ഈ സെക്ഷൻ ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ബുക്ക് വാങ്ങിയേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീസണിങ്ങിൻ്റെ ചാപ്റ്റർ വൈസ് ബുക്ക് വാങ്ങുക. ഇതിന് ഡെയിലി ഒരു 20-30 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ഓരോ ഡിഫറൻറ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ദിവസത്തിലെ അൺലോഗിയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത് കോഡിംഗ് ഡീകോഡിംഗ് ചെയ്യുക, രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം ആൽഫബറ്റിൻ്റെ ചെയ്യുക, നാലാമത്തെ ദിവസം മിറർ ഇമേജ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക, ചെയ്യും. അങ്ങനെ മാറി ഓരോ ദിവസം പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഇതിലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ റീസണിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പർ 20,000-ത്തിലധികം ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തിട്ട് അനാലിസിസ് ചെയ്ത് പോകാം. റീസണിങ്ങിന് അത്രേ ഉള്ളൂ. റീസണിങ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. റീസണിങ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ റീസണിങ് പറഞ്ഞു, 2 ചാനൽ പറഞ്ഞു, സിഗ്മ അക്കാഡമിയും ഈവൻ കോച്ചിങ്ങും. അടുത്താണ് നമ്മുടെ ഇംഗ്ലീഷ്. ഇപ്പോൾ ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സമയത്ത് ഇംഗ്ലീഷ് വളരെ സെറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മെയിൻസിന് നേരത്തെ 135 മാർക്കിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ്, ഇംഗ്ലീഷിൻ്റെ ലെവൽ കുറച്ച് കൂടുതലായിട്ടാണ് ഈ ഒരു സെനോഡ് എക്സാം ആയിക്കോട്ടെ, നമ്മുടെ ഫേസ് 13 എക്സാം ആയിക്കോട്ടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ലെവൽ കൂടുന്നത് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം അത് വായിക്കുന്നു അല്ലെങ്കിൽ അതിനോട് ഇടപഴകുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിലുള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ SSCക്ക് അവരെന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ ഇനി പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് ആർക്കാണ് അഡ്വാൻറ്റേജ് വരുന്നത്? നല്ലതായിട്ട് ഇംഗ്ലീഷ് വായിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ മാർക്ക് വാങ്ങാൻ ഉള്ള ചാൻസ്. ഇപ്പോൾ ഇംഗ്ലീഷ് 3 പാർട്ടുണ്ട്. ഗ്രാമറുണ്ട്, വൊക്കാബുലറി ഉണ്ട്, അതുപോലെ കോംപ്രഹെൻഷൻ ഉണ്ട്. വായിച്ച് മനസ്സിലാക്കാം കോംപ്രഹെൻഷൻ. അപ്പോൾ ഇത് 3 സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുക്കുന്ന കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ +1 +2 ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷ് നോവലൊക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്കുകൾ വഴി എന്ത് ചെയ്യാൻ പഠിക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയാസമാണ്, നിങ്ങൾ മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് പ്രയാസമാണ്, പഠിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് എടുക്കാം. പെയ്ഡ് ക്ലാസ്സിന് പകരം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, നമ്മുടെ തരുൺ ഗ്രോവർ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ നമ്മുടെ ബുക്ക്, ഞാൻ പറയുന്ന ബുക്കുകളോട് പഠിച്ചാൽ എന്താവും, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവും. ഇംഗ്ലീഷ് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കോഴ്സ് നമ്മളുടെ മെമ്പർഷിപ്പിൻ്റെ കൂടെ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിലാണ്. നേരത്തെ മാത്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അതിൽ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് അതിലിപ്പോൾ ഓൾറെഡി 11 വീഡിയോ ആയി. CGL 2026 മുമ്പേ എന്ത് ചെയ്യും, ഇതിനകത്ത് മാക്സിമം പ്രാക്ടീസും കൺസെപ്റ്റും. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷിൽ ഒരുപാട് എന്ത് ചെയ്തതല്ല, റിസർച്ച് ചെയ്ത അല്ല. പക്ഷേ എനിക്ക് അറിയാം എന്ത് ചെയ്താൽ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ആണ്, അത് പരന്ന് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലിറ്ററേച്ചർ ലെവലോ അല്ലെങ്കിൽ ഡിഗ്രിയിലെ ഇംഗ്ലീഷോ അല്ല പഠിക്കേണ്ടത്. നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മാർക്ക് വാങ്ങാനുള്ള ലെവലിലുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ അതിന് കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വന്നിട്ടുള്ള കാര്യങ്ങളും ചോദിക്കുന്ന പാറ്റേണും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ് മാത്രം ഫോളോ ചെയ്യുക, ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള ടാസ്കുകളിലൂടെ ചെയ്തു പോയാൽ മതി. ഇതിൽ 2 ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ഗ്രാമർ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യാം, പഠിക്കാം, ഈ വീഡിയോസിൽ നിന്ന് പഠിക്കാം. വേറെ പെയ്ഡായിട്ട് നിങ്ങൾ വേറെ ഒന്നും എടുക്കണ്ട. അതുപോലെ തന്നെ ഗ്രാമറിന് വേണ്ടി ഞാൻ പറയുന്ന
കാര്യമാണ്. ഗ്രാമറിന് വേണ്ടി നിങ്ങൾ വേറെ അധികമായിട്ടൊന്നും ചെയ്യേണ്ട. അതിന് ബുക്കുണ്ട്, ഗ്രാമറിന് വേണ്ടിയുള്ള ബുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ബൈ നീതു സിംഗിന്റെ ബുക്ക്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങളൊരു ദിവസം ഒരു 30-45 മിനിറ്റ് എന്ത് ചെയ്യുക, ഇത് വായിക്കുക. ഇത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ തവണ വായിച്ച് കംപ്ലീറ്റ് ആക്കും തോറും ഇത് ഇൻട്രസ്റ്റിംഗ് ആയി വന്നുകൊണ്ടിരിക്കും. 2-3 വട്ടം ഇത് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കും. അതിൻ്റെ കൂടെ ആ വീഡിയോസ് ഇടാകുമ്പോൾ എന്താവും, നിങ്ങൾ സെറ്റ് ആയിരിക്കും. പിന്നെ പ്രീവിയസ് ഇയർ പ്രാക്ടീസിന് എന്തുണ്ട്, നിങ്ങൾ പുതിയ പാറ്റേൺ വന്നതുകൊണ്ട് കുറച്ച് TCS വരുന്നതിന് മുന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ചെയ്യുന്നത് അത്യാവശ്യമായിരിക്കും. അപ്പം അതുകൊണ്ട് പിനാക്കിളിൻ്റെ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി പിനാക്കിളുള്ളവർ പിനാക്കിൾ പഠിച്ചാൽ മതി, ഇത് വാങ്ങണമെന്നില്ല. ഇനി പുതുതായിട്ട് ബുക്ക് വാങ്ങാൻ ഇരിക്കുകയാണെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു കിരണിൻ്റെ ഇംഗ്ലീഷിൻ്റെ എന്ത് ചെയ്യുക, സോൾഡ് പേപ്പേഴ്സ് വാങ്ങുക, ഇത് പഠിക്കാം. ഇതും ഒരു ദിവസം ഫസ്റ്റ് ചാപ്റ്റർ വൈസ് ചെയ്ത് തുടങ്ങും, തുടക്കത്തിൽ ചെയ്ത് തുടങ്ങാം. മാത്സ് മാത്രമേ ഉള്ളൂ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിലബസ് അല്ലെങ്കിൽ ക്ലാസ് കണ്ടിട്ട് പ്രീവിയസ് ഇയർ ചെയ്യണം, മോക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇംഗ്ലീഷിൻ്റെ സോൾഡ് പേപ്പേഴ്സ് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്റർ എറർ എടുക്കുകയാണെങ്കിൽ എററിൻ്റെ 100 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും നല്ലത്, 50 ചെയ്യാം. അടുത്ത ദിവസം സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് 50 ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ദിവസം ഇഡിയം, എങ്ങനെയായാലും അടുത്ത ദിവസം ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വായിക്കുമ്പോൾ അത് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ക്ലാസ് മൊത്തം കണ്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നുള്ള രീതിയിലോട്ട് പോവാം. അപ്പോൾ എറർ അങ്ങനെ പഠിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഈ ഒരു ബുക്കിൽ നിന്നും ഇതിൽ നിന്നും പഠിക്കാം. ഇനി നമുക്ക് വൊക്കാബുലറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൊക്കാബുലറിക്ക് ബ്ലാക്ക് ബുക്കിനേക്കാളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്, നേരത്തെ ബ്ലാക്ക് ബുക്കുകളായിരുന്നു, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് വൊക്കാബ് കിങ് ഗഗൻ സാറിൻ്റെ ചാമ്പ്യൻ പബ്ലിക്കേഷനാണ്. ഇപ്പോൾ ഈ ബുക്ക് വാങ്ങുക, ഇതിനകത്ത് കുറച്ചുകൂടെ എന്താണ് പിക്ടോറിയലായിട്ടും കുറച്ച് കൂടെ രസത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് തന്ന റിവ്യൂവിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ ഇല്ല. അപ്പോൾ അതിൽ TCSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നും, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ വാങ്ങിക്കണ്ട. ഇത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുക. നിങ്ങളുടെ കയ്യിൽ ഇതാണുള്ളെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് ബുക്ക് വെച്ച് തന്നെ പഠിച്ചാൽ മതി, കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വൊക്കാബ് കിങ് എന്ന് പറയുന്ന ബുക്ക് വാങ്ങുക. ഇതിനകത്ത് സിമ്പിളാണ്, ഇത് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു 20 എണ്ണം പഠിക്കുക, ഇഡിയം ഒരു 10 എണ്ണം പഠിക്കുക, അങ്ങനെ ഈ ഒരു 20 എണ്ണം പഠിക്കുക. എങ്ങനെയായാലും സിനോണിയം ഒരു 10 എണ്ണം പഠിക്കുക, സ്പെല്ലിംഗ് ഒരു 20 എണ്ണം ചെയ്യുക. അങ്ങനെ ഡെയിലി എന്ത് ചെയ്യുക, ഇത് ചെയ്ത് പോവുക. എന്നിട്ട് എല്ലാ സൺഡേസിലും എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ്റെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സൺഡേസിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് റിവിഷൻ ചെയ്യും. വൊക്കാബുലറി. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ. യെസ്, നമ്മൾ വൊക്കാബുലറി ആ ബുക്സ് വായിക്കുക, ക്ലാസ്സുകൾ കാണും. വൊക്കാബുലറിയുടെ ആ 2 ചാനലിൽ 2 സോഴ്സ് പറഞ്ഞതിൽ ക്ലാസ്സുകൾ വരും. ഇനി കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വായിച്ച് സെറ്റാക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ വായിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവാണ്. അപ്പോൾ കോംപ്രിഹെൻഷന് വേണ്ടി ഡെയിലി മാത്സിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ഡെയിലി ചെയ്യേണ്ടതാണ് നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ വായിക്കാം. ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വായിക്കാം. ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യാം വായിക്കാം. ന്യൂസ് പേപ്പറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡ്സ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ നല്ല പേപ്പറാണ്. അപ്പോൾ അത് വരുത്തിയിട്ട് വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല, വായിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നോവൽസ് വായിക്കാം. നോവൽസ് വായിക്കുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കരുത്. 30 മിനിറ്റ് കൂടുതൽ 1 മണിക്കൂർ നല്ല ത്രില്ലിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നോവൽസിനെ അധികം എൻകറേജ് ചെയ്യാത്തത്. 30 മിനിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക. അത് എഡിറ്റോറിയൽ ആവാം, സ്പോർട്സ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഒരു കാര്യം എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ് മാധ്യം എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ചാനലുണ്ട്, ഇംഗ്ലീഷ് മാധ്യം. അപ്പോൾ അതിൻ്റെ ഫ്രീ കണ്ടന്റ് എന്ത് ചെയ്യാം, അതിനകത്ത് വരുന്ന എഡിറ്റോറിയലും കാര്യങ്ങളും, അതിനകത്ത് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വായിക്കാം. അപ്പോൾ മിനിമം 30 മിനിറ്റ്സ് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട് ഡെയിലി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഡെയിലി രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാൽക്കുലേഷൻ എക്സസൈസ് 30 മിനിറ്റിൽ കുറവ്. രണ്ടാമത്തത് നമ്മുടെ ഇംഗ്ലീഷ് റീഡിങ്. ഈ ഒരു 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെക്കായി ഒരുപാട് മുന്നിലെത്തി. അപ്പോൾ ഇംഗ്ലീഷിന് കോംപ്രിഹെൻഷൻ സെറ്റ് ആവാൻ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു ഈ 2 ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലോസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായിക്കോളും, ക്ലോസ് ടെസ്റ്റും പാസേജ് റീഡിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായിക്കോളും, നിങ്ങൾ ഓൾറെഡി അതിൽ പ്രാക്ടീസും ആയിക്കോളും കോംപ്രിഹെൻഷൻ. ഒരുപാട് കൺഫ്യൂഷൻ ആക്കുക അല്ലെങ്കിൽ കോംപ്ലക്സ് ആക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മിനിമം റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാം. അപ്പോൾ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ. ഗ്രാമറിന്റെ ബുക്ക് നമ്മുടെ നീതു മാമിന്റെ ബുക്കാണ്. ക്ലാസ് ഞാൻ പറഞ്ഞ ഒന്നുകിൽ തരുൺ ഗ്രോവറിന്റെ ക്ലാസ് കാണുക, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നാമെന്ററിന്റെ ക്ലാസ് കാണുക. വൊക്കാബുലറി ആ ഒരു ബുക്ക്, വൊക്കാബ് കിങ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വാങ്ങിക്കണോ, എൻ്റെ ബ്ലാക്ക് ബുക്ക് ഉണ്ട്, അത് വാങ്ങിക്കണമെന്ന് വെച്ചാൽ എൻ്റെ സജഷൻ വാങ്ങണമെന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആണ്.
ഒട്ടും വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റേത് വെച്ച് തന്നെ പഠിക്കും. ഡെയിലി അത്ര വേർഡ്സ് വെച്ച് പഠിക്കുക. കോംപ്രഹെൻഷനും അതേപോലെ. നിങ്ങൾ റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൊക്കാബുലറി ഒക്കെ റിവിഷൻ നടത്തുക. ഫസ്റ്റ് വായിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ചെയ്യുക, പിന്നെ ആ വീക്കെൻഡിലൊന്നും ചെയ്യുക, പിന്നെ ആ മാസം അവസാനം ചെയ്യുക. എല്ലാം റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി, പെൻസിൽ വെച്ച് റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീസണിങ്ങിലെ പോലെ തന്നെ. റീസണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിലെ അത് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ അതേപോലെ ഇംഗ്ലീഷിൻ്റെ SSC ഇംഗ്ലീഷിൻ്റെ 20,000+ മോക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ആ ഒരു മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസത്തെ ടാർഗറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇങ്ങനെ പഠിച്ച് നിങ്ങൾ ഒരു 26 എക്സാം ആഴത്തേക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. പല ലെവലിൽ അവർ തിരിച്ചിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകാർ. അടിപൊളിയാണ്, അടിപൊളിയാണ് ടെക്സ്റ്റ് ബുക്കുകാർ, അടിപൊളിയാണ്. പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിന് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സിമ്പിളാണ്, ഒരുപാട് ചെറപറാന്നൊന്നും ഉള്ള കാര്യമല്ല പറഞ്ഞു. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് GK. ഇപ്പോൾ GK ഇപ്പോൾ പാറ്റേൺ മാറിയ സമയത്ത് എല്ലാവർക്കും സെയിം ആയിട്ട് വരുന്നു. ബാക്കി ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും സെറ്റായിട്ടുള്ളവർക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ GKയിൽ മാർക്ക് ഇത്ര ഉള്ളിടത്തോളം കാലം, 50 മാർക്ക് പ്രിലിംസിനും 75 മാർക്ക് മെയിൻസിനും ഉള്ളിടത്തോളം കാലം GK എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ GKക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സോഴ്സിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ വെറുതെ അവിടുന്ന് ഇവിടുന്ന് തപ്പി നടക്കണ്ട. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ടിട്ടുള്ള ഇതായിരിക്കും പർമാർ SSC. അപ്പോൾ ഞാൻ പുള്ളി എന്ത് ചെയ്തുള്ളൂ, സജസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ പർമാർ SSC ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൂസൻഡോ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെയ്ഡ് ക്ലാസ് അങ്ങ് എടുക്കുക. ഒരു പ്രശ്നവുമില്ല, പെയ്ഡ് എടുക്കുക. പർമാർ SSCയുടെ പെയ്ഡ് എടുക്കുക. അവരുടെ പർമാർ അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ GK 3.0 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ബാച്ച് കിടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ബാച്ചാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, പുതിയ GK 4.0 വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെയ്ഡ് എടുക്കണം എന്നാണ് എൻ്റെ സജഷൻ. അപ്പോൾ പെയ്ഡ് എടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ ഇപ്പോൾ GKയുടെ ഇപ്പം എനിക്ക് മാത്സിനകത്ത് ഇത്ര ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ പാറ്റേൺ വരുമ്പോൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫീൽഡിൽ GKയിൽ അവിടെ എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നന്നായിട്ട് ഇതിനെയൊക്കെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് അവർക്കറിയാം എന്താണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്കറിയാം. അപ്പോൾ അതിൽ സെറ്റായിട്ടുള്ള ഒരു ചാനലാണ് ഈ പർമാർ SSC എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അവരുടെ പെയ്ഡ് കോഴ്സ് എടുത്ത് പോകുകയാണെങ്കിൽ എന്താണ് പെയ്ഡ് കോഴ്സുള്ള വ്യത്യാസം എന്താണ്, അവർ കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും. കണ്ടന്റ് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കണ്ടന്റ് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് പർമാർ SSCയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പർമാർ SSCയിൽ തന്നെ അവരുടെ കോഴ്സ് ഉണ്ട്, പിന്നെ ക്ലാസ് നോട്ട് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് നോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയില്ല, അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ഒരുപാട്. ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് സമയം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്, 2026 സമയം ഉണ്ടായതുകൊണ്ടാണ് പെയ്ഡ് ക്ലാസ് എടുത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ പർമാർ SSC GK PYQ പാർട്ട് 1 എന്ന് അടിച്ചാൽ ഇത് കിട്ടും. ഒരു 51 വീഡിയോ ഉണ്ട്. PYQ സീരീസ് പാർട്ട് 2, അതുപോലെ PYQ സീരീസ് പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ചില ടോപ്പേഴ്സൊക്കെ ഇത് മാത്രം കണ്ടവരുണ്ട്. എൻ്റെ കുറച്ച് കൂട്ടുകാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇത് കാണുന്നവരുണ്ട്. ഇത് കണ്ടിട്ട് ഇത് നല്ലതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം മറ്റേ പുതിയ കോഴ്സ് വരുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി 3.0 എടുത്തോണ്ട് അത് പഠിച്ചോളാം, പുള്ളിയുടെ ഗൈഡൻസ് വെച്ച് പഠിച്ചോളാം. അതിനകത്ത് എന്തുണ്ട്, അതിനകത്ത് തന്നെ ക്ലാസ് നോട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവരുടെ ഒരു PTS ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട്, പർമാർ ടെസ്റ്റ് സീരീസ് GKക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതങ്ങ് വാങ്ങുക. അത് 79 രൂപ അങ്ങോട്ടേ ഉള്ളൂ അവരുടെ അക്കാഡമിയിൽ. അതങ്ങോട്ട് ചെയ്യാം. അവർ ആ പുള്ളി എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. ഫുള്ളായിട്ട് പുള്ളി എന്ത് ചെയ്യാം, അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുക. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാര്യം എത്ര മാർക്കോ നിങ്ങൾക്ക് 25-ൽ 15-ഓ 20-ഓ ക്വസ്റ്റ്യൻസ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ 12-ഓ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരെക്കായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ RBE എന്ന് പറയുന്ന ചാനൽ, നമ്മുടെ ശുഭൻ ജെയിൻ സാറിൻ്റെ ചാനലിൽ, അതിലും എന്താണ്, അതിലും GKയുടെ കോഴ്സ് നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ പർമാർ SSCയുടെ കാര്യമാണ്. അപ്പോൾ അത് നല്ലതാണ്, ജെനുവിനാണ്, എനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യുക. എൻ്റെ സജഷൻസ് ആണ് ഇതെല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സോഴ്സസ് ഉപയോഗിക്കും. PYQ പാർട്ട് 1 നിങ്ങൾ അത് ഉപയോഗിക്കുക. അത് പെയ്ഡ് എടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആകുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയാണ് മനസ്സിലാവില്ല എന്ന് ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തുണ്ട്, ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്യുന്നത്, നോട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് വായിക്കാൻ എഴുതുന്നത്. ഇംഗ്ലീഷിലാണ് ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പറയുന്ന സംസാരം മാത്രമേ ഹിന്ദി ഉള്ളൂ. നിങ്ങൾ ഹിന്ദി ആണെന്ന് പറഞ്ഞ് എഴുതാതിരുന്നെങ്കിൽ ഇതൊരു ഓൾ ഇന്ത്യ എക്സാമാണ്. അപ്പോൾ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾ ഇന്ത്യ എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നിങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ. ഇതിനകത്തൊക്കെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ട്. യൂട്യൂബിലൊക്കെ സബ്ടൈറ്റിലുണ്ട്. അപ്പോൾ ആ സബ്ടൈറ്റിലൊക്കെ ഇട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് എഫേർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നിടുക. ഹിന്ദിയാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, കാര്യമില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്താ വേണ്ടത്, നമ്മൾക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ പഠിച്ചെടുക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ കുറച്ചാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്, ഈ PYQ സീരീസിൻ്റെയൊക്കെ നോട്ടും ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. അതൊന്നും വലിയ ചിലവുള്ള കാര്യമല്ല. അതിനൊക്കെ പൈസ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി പൈസ ചിലവാക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് ടോപ്പിക്കുകളോ കാര്യങ്ങളോ ഒന്നും പറയാം. ടോപ്പിക്കുകൾ ഏതെന്നാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 2026 വേണ്ടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പറയാൻ പറഞ്ഞാൽ എല്ലാം പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം എന്താണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് ഇന്ന സാധനം മാത്രം പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പെയ്ഡ് ക്ലാസ് നിങ്ങൾ എടുക്കുക, പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ പഠിക്കുക. പിന്നെ ബുക്കുകൾ ഞാൻ പറയാം, ബുക്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം. ഇതിന് വേണ്ടിയുള്ള ബുക്കുകൾ ഞാൻ പറയുന്നത്, സോഴ്സുകൾ ഏറ്റവും കുറയ്ക്കുക, സോഴ്സസ് കുറയ്ക്കുക, റിവിഷൻ കൂട്ടുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല 2 ബുക്കുകളാണ് ഈ ഫാറ്റ്മാനും അതുപോലെ ലിറ്റിൽ ബോയും. നല്ല ബുക്കുകളാണ്, എന്ത് ചെയ്യുക, മേടിച്ച് പഠിച്ചോളൂ. രണ്ടും എടുത്തിട്ട് ഒരു ദിവസം ഇത്ര പേജ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ സാറിൻ്റെ ക്ലാസ് കാണുകയാണെങ്കിൽ പുള്ളി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. മിനിമം 2 to 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, GK പഠിക്കണം. ബിസിനസ് ആണെങ്കിൽ 2 മണിക്കൂർ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, GK പഠിക്കണം. 3 മണിക്കൂർ കൂടുതൽ പഠിക്കാൻ വേണ്ട. ഓക്കെ. അപ്പോൾ ഈ 2 ബുക്ക്, പിന്നെ NCERT നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി സമയമുണ്ടെന്നെങ്കിൽ മാത്രം നിങ്ങൾ NCERT MCQ സ്റ്റാർട്ട് ക്ലാസ് 6 to 12 ഇതും വളരെ അടിപൊളിയായിരിക്കും. പക്ഷെ അതെപ്പോഴാണ്, നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് അത്യാവശ്യം ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ഈ ബുക്ക് വാങ്ങിയാൽ മതി. ഒരിക്കലും ആദ്യമേ ചാടിക്കറി ഈ GK മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത പാടില്ല കേട്ടോ. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഒന്ന് സെറ്റായി, GKയും പർമാർ സാറിൻ്റെ ക്ലാസ് ഒക്കെ കണ്ടൊന്ന് സെറ്റായി. നിങ്ങൾക്ക് പർമാർ സാർ എന്ന് പറയുന്നത് നിങ്ങളെന്താണ് വേറെ ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് സെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് പഠിച്ചോ, ഒരു പ്രശ്നവുമില്ല. അത് പഠിച്ചിട്ട് ഈ ഒരു ബുക്കുകൾ എന്ത് ചെയ്താൽ മതി, രണ്ടുകൂടെ വായിക്കുക. അതുപോലെ ഈ ഒരു ബുക്ക് കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യമേ കയറി വാങ്ങണമെന്നില്ല, സമയമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാം. നേരത്തെ ബ്രഹ്മാസ്ത്രയും കാര്യങ്ങളും വായിച്ചവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കുമ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എടുക്കുക, എന്നിട്ട് പഠിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ നിർത്തിക്കോളാം. അപ്പോൾ കുറേ സ്ഥലത്ത് നിങ്ങൾ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന പരിപാടിയുണ്ട്, വേണ്ട. എക്സാമിൻ്റെ ആ സമയമാകുമ്പോൾ, എക്സാമിൻ്റെ ലാസ്റ്റ് ഒരു മാസം ആകുമ്പോൾ ഇൻഡലോഗസ് എന്ന് പറയുന്ന ചാനലുണ്ട്, ഇൻഡലോഗസ്. ഈ പർമാർ എടുത്തിട്ടുണ്ടെങ്കിൽ പർമാറിന് തന്നെ എന്തുണ്ട്, അവരുടെ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്ത് അങ്ങോട്ട് പഠിക്കുക, കമ്പൈലേഷൻ എടുത്ത് പഠിക്കുക. ഒരു മാസം മുമ്പുള്ള പഠിച്ചാൽ മതി. കറണ്ട് അഫയേഴ്സ് മതി. സ്ട്രാറ്റജിക്കയും എല്ലാം എന്തുണ്ട്, ഈ പർമാറിൻ്റെ ഇതിനകത്ത് തന്നെ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ കോഴ്സും എന്തുണ്ട്, ഈ പർമാറിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒട്ടും ആ സാറിനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ സോഴ്സുകൾ തപ്പി പോവുക കേട്ടോ. അപ്പോൾ ലൂസൻ്റ് വായിക്കേണ്ട ആവശ്യമില്ല. ആ 2 ബുക്കുകൾ, പിന്നെ എന്ത് ചെയ്യുക, ആ ക്ലാസ്, ആ വീഡിയോ കാണും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും തിയറി ബുക്ക് നമ്മുടെ അരിഹന്തിൻ്റെ ഒരു ജനറൽ നോളജ് ബുക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എഫക്റ്റീവായിട്ട് ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ തിയറി ബുക്കാണ് ഈ ഫാറ്റ്മാൻ എന്ന് പറയുന്നത്. ഫാറ്റ്മാൻ എന്ന് പറയുന്നത് എന്താണ്, തിയറി ബുക്കാണ്. അത് വായിച്ചു എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കും. ഇത് ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഓക്കെ. അതുപോലെ ആ ഒരു സെക്ഷണൽ ടെസ്റ്റുകളും പർമാറിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക. പർമാർ അക്കാഡമി എന്നാണ്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം. പിന്നെ ന്യൂ പാറ്റേൺ. അപ്പം അതിൽ ചോദിക്കും 3.0 കഴിഞ്ഞു പോയില്ലേ, ഇനി എങ്ങനെയാണ് ന്യൂ പാറ്റേൺ. അതിനകത്ത് കണ്ടോ, ഈ ഒരു ലെവൽ 2 GK ലെവൽ 2 സീരീസ്, ഇതെല്ലാം ആ ഒരു യൂട്യൂബ് ചാനലിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് എന്തുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. യെസ്. അപ്പോൾ GKയുടെ കാര്യം പറഞ്ഞു, ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു, മാത്സ് പറഞ്ഞു, റീസണിങ് പറഞ്ഞു, ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു. യെസ്, ബുക്സിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി മോക്കിൻ്റെ കാര്യം. മോക്ക് എന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്താൽ മതി. ഇംഗ്ലീഷിൻ്റെ ഒക്കെ ആയാലും സെക്ഷണൽ ടെസ്റ്റുകൾ, PYPയിൽ സെക്ഷണൽ ടെസ്റ്റുകൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. പിന്നെ CGL 2025 വേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് CGL 2025 കഴിയുമ്പോൾ 2026 മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലെ വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് അത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ സമയം ചെയ്ത് തുടങ്ങിയത് അതിലെ ചാപ്റ്റർ ടെസ്റ്റുകളൊക്കെ അതുവരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഇത്രയും 4 ടെസ്റ്റുകൾ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇനി ആ ക്വസ്റ്റ്യൻസിലൂടെ വരാം. CHSL ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, CHSL മോക്ക് ടെസ്റ്റ് സീരീസ് 2025 ഇതിലെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 1410 ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 1410 ചെയ്ത് അനാലിസ് ചെയ്യുന്ന ഒരാളുടെ ലെവലും ഇതൊന്നും ചെയ്യാതിരിക്കുന്നവരുടെ ലെവലും ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എക്സാം ലെവലിൽ അവർ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ. അപ്പം അതിൽ ബന്ധമുള്ളവർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്താ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത്രയും ഈ 1410 ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ 1919 ടെസ്റ്റുകൾ, ഇതിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ എക്സാം പാസ്സായിരിക്കും. അതങ്ങനെയാണ്. പക്ഷേ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, എത്ര പേർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റും? അവിടെയാണ് ചോദ്യം ഇരിക്കുന്നത്. ഇനി നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ ഏകദേശം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു. കമ്പ്യൂട്ടറിന്റെ പ്രിപ്പറേഷൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ ബുക്ക് ഉണ്ട്, അരിഹന്തിന്റെ ബുക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. കമ്പ്യൂട്ടർ tier 2 ആണ്. പക്ഷെ പർമാർ എടുക്കുവാണെങ്കിൽ എന്തുണ്ട്, അവരുടെ തന്നെ കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഇൻക്ലൂഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർമാറിന്റെ തന്നെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് കാണാം. ടൈപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് ആൻസർ പറയേണ്ടത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കുഴപ്പമില്ല, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ജോബ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് 2027 CGL ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി 2027 കാര്യവും പറഞ്ഞാണ്. നമ്മുടെ മുന്നിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ആ ഫിക്സഡ് ആയിട്ടുള്ള സിലബസ് വീട്ടിൽ നിന്ന് പഠിക്കുന്നവരായാലും ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും ടാസ്കുകൾ ഡെയിലി കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സാം ആകുമ്പോഴത്തേക്കും സെറ്റ് ആക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ 1910 ടെസ്റ്റ് ചെയ്തിട്ട് പോകും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യണം, കൂടുതൽ എഫേർട്ട് ഇടണം. ചിലപ്പോൾ അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സമയം എന്ത് ചെയ്യും, കൂടുതലെടുക്കും. അപ്പോൾ അത് നിങ്ങളെ സോൾലി ഡിപ്പെൻഡ് ഓൺ യു. ക്രാക്ക് ചെയ്യാൻ പറ്റും. 1 year ആയി പ്രിപ്പയർ ചെയ്യുന്നു, 2025 ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നു. TCS പാറ്റേണിൽ 150 വരെ എത്തി, പക്ഷേ 110 വരുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ മാത്രമല്ല, ഈ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ. ഇത് ഇവർ കണ്ടിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ ഇടുവാണ്. അപ്പോൾ അത് ആകെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാമേ നടന്നിട്ടുള്ളൂ, വേറെ ഒരു മെയിൻ ആയിട്ടുള്ള എക്സാം നടന്നില്ല. CGL കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഇതിന്റെ പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ഇപ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എന്താണ്, പേടി തന്നെയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഒലിബോണിനകത്തൊക്കെ 150-160 കിട്ടുന്നവർ ചിലപ്പം അവിടെ ഉടായ്പകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അവർ രണ്ടാമത് റീ അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നോക്കി ചെയ്യുന്നവരായിരിക്കും. ചിലർക്ക് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഒരു ആവറേജിനേക്കാളും മാർക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇനി അത് കുറയുവാണെങ്കിൽ എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന് നോക്കാം. ഇതെല്ലാം എന്താ ഇറലെവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? ഞാൻ ഇവിടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒലിവ് ബോർഡിൻ്റെ ലൈവ് മോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഇറലെവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നില്ല. മാത്സിന് പുതിയ പാറ്റേണിലുള്ള 1, 2, 3 ക്വസ്റ്റ്യൻ കാണും. അത് പോട്ടെ, ബാക്കി 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കുന്നുണ്ടോ നോക്കുക. 20 × 2 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, റൈറ്റ് പാത്തിലാണ്. നിങ്ങൾ പുതിയ സാധനം ഒരു 2-3 വീഡിയോ കാണാനേ ഉള്ളൂ. ഞാനിത് 2026 സ്ട്രാറ്റജി പറയുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ആയിക്കോട്ടെ, എന്ത് പാറ്റേണോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റായിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല. ഫുൾ മാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ മാറ്റിക്കോളാം. എക്സാം പാടാണെങ്കിൽ അവിടെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇത് എന്തുകൊണ്ടാണ് ഈ 150 എന്ന് പറയുന്ന മാർക്ക് നിങ്ങളെ ജനറലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്, 150-160 ജനറലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? കട്ട് ഓഫ് ലാസ്റ്റ് ടൈമൊക്കെ എന്ത് പോയി, 150 CGLന്റെ കട്ട് ഓഫ് 150 പോയി, 140 പോയി. കാര്യം എക്സാം എളുപ്പമാണ്. പക്ഷെ എക്സാം പാടാകുമ്പോൾ 110 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരത്തെ 150 അല്ലെങ്കിൽ 140 ആ ഒരു ലെവലിലോട്ട് എത്തത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പെർസെൻറ്റേജിൽ എന്ന് പറയുന്ന സംഭവം നോക്കാൻ പറയുന്നത്. അപ്പോൾ പുതിയ പാറ്റേൺ ആണ്. നിങ്ങൾ കുറേ എന്ത് ചെയ്യും, ആ ഒരു എക്സാമിൻ്റെ ഇൻ്റർഫേസ് ആണ് മാറിയത്. ഇൻ്റർഫേസ് ആണ് മെയിനായിട്ട് മാറിയത്. പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് സിലബസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ സെറ്റായിട്ട് ചെയ്തവർക്ക് എന്തായിരിക്കും, അത് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് സമയം കൊടുത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ക്ലിയർ ആവാൻ ഇപ്പോൾ ഒരു ഹോപ്പും ഇല്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ പഠിക്കുക. 2026 വേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുക. ആദ്യമേ കുറച്ച് പഠിച്ചതുകൊണ്ട് അതിൻ്റെ ബേസ് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സിലബസ് ഇവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി പോകുന്നു, അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആയി പോകുകയാണെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക, അതിനകത്തുള്ള ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഡെയിലി പറയുന്ന ടാസ്കുകൾ അതിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ്, റീഡിങ്, ക്ലാസ് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ഡെയിലി തരുന്ന ടാസ്ക്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആ ഒരു ഗൈഡൻസിൽ എന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് മെയിൽ അയച്ചു തരണം. എന്താണ് നിങ്ങളുടെ ആ ആഴ്ചത്തെ പെർഫോമൻസ്. അത് നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇതൊക്കെ തുടങ്ങിയത്. ഗൈഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ളവരെ വേണം, അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങൾ കൂടെ കാണുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു ഗൈഡൻസ് കിട്ടും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ബ്രേക്ക് ആവത്തില്ല. 24 കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ മോക്ക് ടെസ്റ്റ് ഒക്കെ സെറ്റാക്കാൻ കഴിയും. 1 year കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേറ്റീവ് മോക്കിൽ മാർക്ക് വല്ലാണ്ട് കുറഞ്ഞു. അതിന് കാരണം എന്താണ്, നിങ്ങൾ ആ പുതിയ ഇന്റർഫേസ് വന്നു. എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഴയ പോലെ എന്ത് ചെയ്തില്ല. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് അവർ പുതുതായിട്ടിരുന്നവരാണ്, പറയാൻ പറ്റത്തില്ല. നമുക്ക് പഴയ ലെവലിൽ ചിലപ്പോൾ 25 ക്വസ്റ്റിന് ഒരു 15 ക്വസ്റ്റിൻ പഴയ ലെവലിൽ ഈസി ക്വസ്റ്റിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് പാട് ക്വസ്റ്റിൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അത് മിസ്സാവരുത്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ ഇത് എഡ്യൂക്കേറ്റീവ് മോക്ക് 2025 എഴുതാൻ പോകുന്നവരെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. 26 എഴുതുന്നവർ ഈ ഒരു പാറ്റേൺ തന്നെ എന്ത് ചെയ്താൽ പുതിയ പാറ്റേണും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ
ആ ഒരു സോഴ്സസിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഞാൻ സ്വയം ഡൗട്ട്ഫുൾ ആവുന്നു, ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇത്ര നാളും എന്താ ചെയ്തെന്നൊക്കെയുള്ള തിങ്കൽ, ഇനി എന്താ ചെയ്യേണ്ടത് എല്ലാം കൊണ്ട് ടൈം മാനേജ്മെന്റ് എല്ലാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 25 എഴുതാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ പോയി എഴുതുക, 26 ഈ ലെവലിൽ തന്നെ പഠിക്കാൻ നോക്കുക. 26 മസ്റ്റായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ട്. അരിത്തമെറ്റിക് മാത്രമേ പഠിച്ചുള്ളൂ. മാത്സ് പഠിച്ച ചാപ്റ്റർ ആണെങ്കിലും ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു മെമ്പർഷിപ്പ് ക്ലാസ് എടുത്ത് പഠിക്കുക. എക്സസൈസ് ചെയ്യുന്നുണ്ട്, ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എവിടെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിന് ആ ക്ലാസ് എടുത്ത് പഠിക്കും. ന്യൂ പാറ്റേൺ അനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, ന്യൂ പാറ്റേൺ അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓൾറെഡി പഠിപ്പിക്കുന്ന സാറന്മാർ ഓൾറെഡി പറഞ്ഞു തരും, അതെന്താണെന്ന് വെച്ചാൽ പഠിക്കുക. എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് പുതിയ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ ആ പുതിയ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, കൺസെപ്റ്റ് വെച്ച് പഠിക്കുക. കാൽക്കുലേഷനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട്, അതായത് പറഞ്ഞത് ബേസിക് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാതെ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ബേസിക് ടു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ലെവലിലോട്ട് എന്ത് ചെയ്യുക, വൺ ടൈം തന്നെ മെയിൻസ് ലെവലിൽ തന്നെ പഠിക്കുന്ന രീതിയിലോട്ട് വരിക, അത്രേ ഉള്ളൂ. GK ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതെന്ത് ചെയ്യാം, കൺസെപ്റ്റ് അറിഞ്ഞ് ആ കാര്യം അറിയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഡെയിലി ടാസ്ക് എന്തൊക്കെ ചെയ്യണം അത് ഓൾറെഡി പറഞ്ഞു. മോക്ക് ടെസ്റ്റ് സെക്ഷണൽ PYQ എങ്ങനെ ചെയ്യണം അതും പറഞ്ഞു. ഓരോ ചാപ്റ്ററും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറിന് അയക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ നന്നായിരുന്നു. നോക്കട്ടെ, ഇത് ഞാനൊന്ന് നോക്കുന്നതാണ്. ഡൗട്ടായിട്ട് എന്തെങ്കിലും ഗൂഗിൾ ഫോമോ മെയിൽ അയച്ചാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഗ്രൂപ്പോ അങ്ങനെ വല്ലതും നോക്കാം. ഗ്രൂപ്പോ എന്തെങ്കിലും നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ ഡൗട്ട് എടുത്തിട്ട് വീഡിയോ അടിച്ച് അത് നോക്കാം. സാർ, ഒരു ബിഗിനർ എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, ന്യൂ എക്സാം പാറ്റേൺ അനുസരിച്ച്. ഈ ന്യൂ എക്സാം പാറ്റേൺ അത്ര അങ്ങ് ഇത് കൊടുക്കണ്ട. ആ ന്യൂ എക്സാം പാറ്റേൺ ഉള്ള കാര്യം തന്നെയാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. 1 ഇയർ കൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആവറേജ് സ്റ്റുഡൻറ്റ് പറ്റും. 2 ഇയറായി പ്രിപ്പയർ ചെയ്യുന്നു. എന്തൊക്കെ റീകോച്ചിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൺലൈനായിട്ടുള്ള ക്ലാസ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകണ്ട, ലൈബ്രറിയിൽ അങ്ങനെ ഇരുന്നിട്ട്. സിലബസ് മാറിയിട്ടില്ല. ന്യൂ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്താൽ നിങ്ങൾ ചുമ്മാ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ഒരു 2 3 ഒരു 4 ടോപ്പിക്കൊക്കെ മാറിയിട്ടുള്ളൂ. GK മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് വന്നിട്ടുള്ളൂ. പിന്നെ റീസണിങ് ഞാൻ ക്ലാസ് പറഞ്ഞ ചാനൽസ് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന വീഡിയോസ് കണ്ടാൽ മതി. പുതുതായിട്ട് വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് കാണണം, അത് പഠിക്കണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ക്രിട്ടിക്കൽ റീസണിങ് ഒക്കെ ഉള്ളൂ പുതുതായിട്ടുള്ളത്. ജസ്റ്റ് ഒരു വീഡിയോ തീരുന്നതേ ഉള്ളൂ. QA റിവിഷൻ ചെയ്യുന്നത് നമ്മുടെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി ആണോ? QA റിവിഷൻ ചെയ്യുന്നത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ടല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റേഷ്യോ പഠിച്ചു, റേഷ്യോയിലെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു, അതിൽ പിന്നാക്കുള്ള ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു. എന്നിട്ട് അതിനകത്ത് പാടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്തിടണം. എന്നിട്ട് ആ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്യണം. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, റിവിഷനാണ്. സെക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, റിവിഷനാണ്. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരേ ക്വസ്റ്റ്യൻ എടുത്ത് അതേ ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻസ് പല സ്ഥലത്ത് നിന്ന്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ ബുക്ക് കഴിഞ്ഞു, ക്ലാസ് നോട്ട് കഴിഞ്ഞു, അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പക്കയായിരിക്കണം, ഫുള്ള് സെറ്റ് ആയിരിക്കണം. അതിൽ പ്രയാസമുള്ളത് വീണ്ടും ചെയ്യാം. എന്നിട്ട് അത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷൻ ടെസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്താവണം, ആ സമയത്ത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും റൂളൊന്നുമില്ല. ഓരോ ടൈം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ഇല്ല. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇപ്പോൾ നിങ്ങൾ റേഷ്യോ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം വേറെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, റേഷ്യോ ആണെങ്കിൽ അടുത്തതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാം, അടുത്തതായിട്ട് ജോമെട്രി ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് സിലബസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം. പ്രീവിയസ് PYQ പഴയ ബുക്ക് വെച്ച് എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ ഒരു ബുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് ഇറങ്ങാൻ വേണ്ടി അതിന് മാത്രം ക്വസ്റ്റ്യൻസും ഇല്ല. ഇപ്പോൾ പഴയ പാറ്റേൺ വെച്ച് തന്നെ ഇപ്പോൾ പഠിക്കും. ഇപ്പോൾ ചുമ്മാ സമയം കളഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. GK മാത്സ് റീസണിങ് ഇംഗ്ലീഷൊക്കെ സ്ട്രോങ് ആക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഷിഫ്റ്റ് ഫോക്കസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾ ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ഓഫ് CGL 2024 സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഷിഫ്റ്റിൻ്റെ പേര് കിട്ടും. അത് സ്വന്തമായിട്ട് പോയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല. SC CGL പഠിക്കുന്നവർക്ക് ഒരു പ്ലാൻ ബിയുടെ ആവശ്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നടക്കുന്ന ഇഷ്യൂസ് അത് ടെമ്പററി ആണ്. എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിൽ സ്റ്റാഫുകളെ എടുത്തേ പറ്റും. അതൊരിക്കലും കറപ്ഷനിലൂടെ ഇനി പോകുന്ന ഒരു ചാൻസും ഇല്ല. കാര്യം പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ എല്ലാവർക്കും എന്താണ്, എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അത് കറപ്ഷനിലോട്ടോ ഒന്നും പോകത്തില്ല. കാര്യം റോസ്ഗാർ മേളയും കാര്യങ്ങളൊക്കെ നടത്തി അവരിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടുവന്നൊരു സംഭവമാണ്. അതങ്ങനെ പെട്ടെന്ന് നശിക്കത്തൊന്നുമില്ല. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളാണ്. ഈ ഹിന്ദിക്കാരന്മാർ അടങ്ങിയിരിക്കത്തില്ല, അവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറും എന്നുള്ള ഒരു രീതി തന്നെ നമ്മൾ പഠിച്ചേ പറ്റും. ഇനി പ്ലാൻ ബിയുടെ കാര്യം ഞാൻ ഒരിക്കലും നിങ്ങൾ കേരള PSC അതുപോലെ ബാങ്ക് ഒക്കെ ഈ SSC പഠിച്ച് തുടങ്ങുന്ന ഒരാളെടുത്ത് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ SSC പഠിച്ച് അത്യാവശ്യം സെറ്റായി ഒരു 9 മാസം കഴിഞ്ഞു, നിങ്ങൾ അത്യാവശ്യം സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്കും PSC ഒക്കെ നോക്കാം. പക്ഷെ PSC ഇതുമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് PSCയോട് മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ PSC മാത്രം നോക്കാം, അതിൻ്റെ കാര്യം മാത്രം നോക്കി പോവുക. SSC പഠിച്ചവർക്ക് ബാങ്ക് പഠിക്കാം, പക്ഷെ എപ്പോഴാണ്, അത്യാവശ്യം സെറ്റായതിനു ശേഷം. ഇനി ബാങ്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് SC വരാം, എപ്പോഴാണ്, ബാങ്ക് സെറ്റായതിനു ശേഷം. അതായത് രണ്ടും കൂടെ
ഒരേ സമയത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റാക്കാനും പറ്റും. അപ്പോൾ പ്ലാൻ ബി വെക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSC പഠിച്ച് സെറ്റായിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സെറ്റാവുക, ഏതെങ്കിലും ഒന്നിലും നിങ്ങൾ സെറ്റാവും, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും മറ്റേ മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പ്ലാൻ ബി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അവസ്ഥ, ഈ ഇപ്പോഴത്തെ അവസ്ഥ അതൊക്കെ മാറുന്നതായിരിക്കും. കാര്യം ഇത്ര ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ റെയിൽവേയുടെ എക്സാംസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. റെയിൽവേയുടെ എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് കുറച്ച് പാറ്റേൺ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. യെസ്, എക്സാമിന് പോകുന്നതിന് മുമ്പ് തൊട്ട് മാത്സ് ലാസ്റ്റ് എന്തൊക്കെയായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം. ആ ലാസ്റ്റിൻ്റെ കാര്യം ഇത് 26 സ്റ്റാർട്ട് ചെയ്യില്ല, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിന് ചെയ്യാം. ഐ ആം ഡിഗ്രി സെക്കൻഡറി സ്റ്റുഡൻറ്റ്, ബിഗിനർ കോമ്പറ്റേറ്റീവ് ടാർഗറ്റ് ടു അച്ചീവ് ഇത് വിൽ യു ക്യാൻ പ്രൊവൈഡ്. ലൈറ്റ് ഓക്കെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. SSC എക്സാമിന് വേണ്ട ടെക്സ്റ്റ് ബുക്ക് എല്ലാം പറഞ്ഞു. 1 year ഈസ് ഇനഫ് ടു ക്രാക്ക്. യെസ്, ന്യൂ പാറ്റേൺ ആയാലും എന്തായാലും ഒരിക്കലും സിലബസ് മാറിയിട്ടില്ല. ന്യൂ പാറ്റേൺ ആയാലും എന്തായാലും എന്താണ്, നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് എന്ത് ന്യൂ പാറ്റേണുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ അത് ചെയ്യാൻ പറ്റും സിലബസ് കംപ്ലീറ്റ് ആയിട്ട്. ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് വന്നു, SSC എക്സാം ക്ലിയർ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇടയ്ക്ക് വരുന്ന മൂഡ് സ്വിങ്സ് പ്രശ്നമാണ്, കളിക്കാനെങ്കിൽ ഓർക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൽ ചേരുക, ഡെയിലിയുള്ള ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് ഈ രീതിയിൽ പഠിക്കുക. നോർമലി സ്പീഡ് മാത്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും എവിടെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, ആ കോൺഫിഡൻസ് ആ പ്രാക്ടീസിലൂടെ തന്നെ കൊണ്ടുവരാൻ പറ്റും. എക്സാം കിട്ടുന്നത് വരെ ഫൈറ്റ് ചെയ്യുന്ന റെഡിയാണ്, അതാണ് വേണ്ടത്. യെസ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇംഗ്ലീഷ് ഡേ ബൈ ഡേ, ഡിഫിക്കൽട്ടി ലെവൽസ് ഇംഗ്ലീഷ്, ഹൗ ടു മാനേജ് ഇറ്റ്. ഒന്നുമില്ല, ഇംഗ്ലീഷിനെ മെരുക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ പ്രയാസമായിരിക്കും, ഇത് മനസ്സിലാക്കി ഡെയിലി എന്ത് ചെയ്യുക, ഇതിൽ പറഞ്ഞ രീതിയിൽ പഠിക്കുക, വായന കൂട്ടുക. സറാസ ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അതുപോലെ ചെറുപറ ഇവിടുന്ന് വീഡിയോ എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം, ഒരു ദിവസം ഒരു വീഡിയോ, മറ്റേ ദിവസം വേറൊരു വീഡിയോ, അത് വേണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. സാർ ആസ് എ ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കുറേ കണ്ടിട്ട് ബേസിക് എസ്പെഷ്യലി ഡെയിലി ക്ലാസ് ഒരു 6 ക്ലാസ് ഉള്ളൂ. ആ ക്ലാസ് എടുക്കുക. ഡെയിലി ഷെഡ്യൂൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം ആ ടെലിഗ്രാം ചാനലിൽ ചെയ്യുക. പഠിച്ചിട്ട് PVQ ചെയ്ത് നോക്കുമ്പോൾ പലതും ചെയ്യാൻ പറ്റുന്നില്ല, ഡിമോട്ടിവേറ്റ് പോകുന്നു പെട്ടെന്ന് തന്നെ. അത് പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ആഫ്റ്റർ അപ്കമിങ് CGL എക്സാം തുടങ്ങുന്നതാണ് പറ്റും, മതി. അങ്ങനെ ഉണ്ടെങ്കിൽ 26-ന് വേണ്ടി തന്നെ തുടങ്ങുക. ഓക്കെ, ഹൈ ഹോപ്സ്. മാത്സ് ഒട്ടും ബേസ് ഇല്ല, സാർ പറഞ്ഞ കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മെമ്പർഷിപ്പ് ക്ലാസ് എടുക്കുക, എന്നിട്ട് പഠിക്കുക. ഡെയിലി എത്ര വീഡിയോ കണ്ട് പഠിക്കുക, അതൊന്നുമില്ല. ഡെയിലി എത്ര, ഒരു ദിവസം ഇപ്പം നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഒരു 30 ക്ലാസ്, ഒരു ദിവസം 30 ക്ലാസ് നിങ്ങൾ കണ്ടെടുത്താൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ തലച്ചോറിന് ചിന്തിച്ച് അത് സെറ്റാക്കാൻ ഒരു സമയം വേണം. അപ്പോൾ ഡെയിലി എത്ര ടൈം വീഡിയോ കണ്ട് പഠിക്കണം എന്ന് വെച്ചാൽ, ഏകദേശം മാത്സ് ഒക്കെ ആണെങ്കിൽ 2 വീഡിയോസ്, നിങ്ങൾ 2 വീഡിയോസ് കണ്ടാൽ ഒരു, ഇപ്പോൾ മാത്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം 1 to 1.5 hours, മാക്സിമം 2 മണിക്കൂറുള്ളിൽ നിങ്ങൾ വീഡിയോ കാണാൻ പാടില്ല. GK ആണെങ്കിൽ നിങ്ങൾ അത്രയും മതി, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. ഇംഗ്ലീഷ് ആണെങ്കിൽ 1 മണിക്കൂർ മതി, ഒരു ദിവസം ഒരു ക്ലാസ് കണ്ടാൽ മതി, 1 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടാൽ മതി. റീസണിങ് ആണെങ്കിൽ 1 മണിക്കൂർ മാക്സിമം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഗ്ലാസ് വാങ്ങിയിടുക. 0 പവർ ആണെങ്കിൽ ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് പഠിക്കാവോ, അല്ലെങ്കിൽ കണ്ണടിച്ചു പോവും, കണ്ണിന് പ്രശ്നം വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര ടൈം വീഡിയോ കണ്ട് പഠിക്കണം, അതൊക്കെ ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. എനിക്കിപ്പോൾ 4 മണിക്കൂർ കണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കപ്പാസിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റൂളൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു കാര്യം, സിലബസ് എല്ലാ ടൈപ്പ് ക്വസ്റ്റിനും കംപ്ലീറ്റ് ആക്കുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആ ടെക്സ്റ്റ് ബുക്കിന് 1910 ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു തീർക്ക്, അതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പഠിത്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാത്സിൻ്റെ ക്ലാസ് എടുത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് കണ്ട് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് വായിച്ച് പഠിക്കുന്നത്, റീസണിങ് ചാപ്റ്റർ വൈസ് ചെയ്ത് പഠിക്കുന്നത്, പിന്നെ അതുപോലെ GK കൺസെപ്റ്റുകൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് ടാർഗറ്റ്. അത് 1910 ടെസ്റ്റുകൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നു അവർ വിജയിക്കും, അങ്ങനെ പറഞ്ഞാലോ. അപ്പോൾ അതിന് എത്ര വീഡിയോസ് കണ്ട് പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അത് ഒരാൾക്ക് 9 മാസം കൊണ്ട് പറ്റും, ചിലപ്പോൾ ഒരാൾക്ക് 12 മാസം കൊണ്ട് പറ്റും, ചിലർക്ക് അത് 6 മാസം കൊണ്ട് പറ്റും. ബിഗിനേഴ്സ് 10 hours ഫോക്കസ് വേണ്ട, 10 hours ഫോക്കസ് ഇടുന്നതിന് വേണ്ട. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എൻ്റെ 100% കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് 6 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ പഠിക്കുക. ഈ 6 മണിക്കൂറൊന്നും വെച്ച് എനിക്ക് തോന്നുന്നില്ല 9 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. മിനിമം ഒരു 7-8 മണിക്കൂർ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണെങ്കിൽ 8 മണിക്കൂർ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ അതൊരു ദിവസം 8 ആവാം, ചിലപ്പോൾ അത് ദിവസം 9 ആവാം, ചിലപ്പോൾ അതൊരു 12 ആവും, ഒരു ദിവസം ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 7 ആവാം. അത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് മാറും. എപ്പോഴും ഒരേ ദിവസം ഒരേപോലെ പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല രാവിലെ 9 മുതൽ 10 വരെ നിങ്ങൾ ഇത് ചെയ്യോ, അത് അടുത്ത 10 മുതൽ 11 വരെ ഇത് ചെയ്യൂ, അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എൻ്റെ അവസ്ഥ ആയിരിക്കത്തില്ല നിങ്ങളുടെ അവസ്ഥയല്ല വേറൊരാളുടെ അവസ്ഥ. അതുകൊണ്ട് മാക്സിമം ഈ ടാർഗറ്റുകൾ, ഡെയിലിയുള്ള കാൽക്കുലേഷൻ എക്സസൈസ്, ഈ ക്ലാസ് അന്നത്തെ ക്ലാസ് അന്ന് കണ്ടു തീർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് കാണുക എന്നുള്ളത്, 1 മണിക്കൂർ ബുക്ക് വായിക്കുക എന്നുള്ളത്, ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളത്,
മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സെക്ഷൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്, അങ്ങനെ ടാർഗറ്റുകൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ചില ദിവസം പറ്റണമെന്നില്ല, അതല്ലെങ്കിൽ അടുത്ത ദിവസം അത് കംപ്ലീറ്റ് ആക്കി പോവാം. അല്ലാതെ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ള ഇതിലല്ല കാര്യം, എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മിനിമം എത്ര ടൈം നോക്കണം, അങ്ങനെയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. ഇപ്പോൾ മാത്സ് നിങ്ങൾ വീക്കുള്ള ഒരാളാണെങ്കിൽ 3 മണിക്കൂർ പ്ലസ് എന്തായാലും പഠിക്കണം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് കുറച്ച് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചാൽ മതി. അല്ല ഇംഗ്ലീഷും പാടാണെങ്കിൽ 3 മണിക്കൂർ പഠിക്കണം. ജി കെ പാടാണെങ്കിൽ 2, ജി കെ ഒരിക്കലും 3-4 മണിക്കൂർ പഠിക്കണം. 2 മണിക്കൂർ അല്ലെങ്കിൽ 2 to 2.5 മണിക്കൂർ പഠിച്ചാൽ ജി കെ, അല്ലെങ്കിൽ മാക്സിമം 3. റീസണിങ്ങിന് മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം, ഇത്രയും കൊടുത്താൽ മതി. അപ്പം അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച്. ചിലപ്പം മാത്സ് ഭയങ്കര വീക്കൗട്ടുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ സമയം 4 മണിക്കൂർ പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് എനിക്ക് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, മിനിമം ഇത്ര ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന എത്ര നോക്കുക. അതിനകത്ത് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്. മാത്സ്, ഇംഗ്ലീഷ് ആദ്യം സെറ്റ് ആക്കുക. ജി കെ എപ്പോഴും ഒരേ ലെവലിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. റീസണിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം കൊണ്ട് സെറ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് പതുക്കെ ഇത് സെറ്റായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ഒക്കെ കയറ്റാം. അതൊക്കെ സിലബസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മതി ഫുൾ മോക്കൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് ബെറ്റർ ടു ഡു എ പ്രോപ്പർ റിവ്യൂ ആഫ്റ്റർ സി ജി. എന്തിനാണ് ഞാൻ അതാ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സി ജി 2025 ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ടിരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ സെറ്റ് ആയിരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ 2026 വേണ്ടി പഠിച്ച് തുടങ്ങാൻ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്നവർ കാണും. 2026 വേണ്ടി പഠിക്കുന്നെങ്കിൽ എത്ര നേരത്തെ തുടങ്ങാമോ അത്ര നേരത്തെ തുടങ്ങാം, അത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യുക, സി ജി എല്ലിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സി ജി എല്ലിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ്, അത് എക്സാം കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് പ്രിപ്പറേഷൻ റെസ്യൂം ചെയ്യുക. അല്ലാന്നുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോഴേ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സി ജി എൽ 2026 കഴിഞ്ഞ വർഷമേ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ കാണും. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ +2 കഴിഞ്ഞൊക്കെ ഇപ്പോഴും പഠിക്കുന്നവർ കാണും. അങ്ങനൊരു ചിന്താഗതി വരരുത്. എന്താണോ പഠിക്കാനുള്ളത് എന്ത് ചെയ്യാം, അത് കറക്റ്റായിട്ട് ചെയ്യും. സാർ രജിസ്ട്രേഷൻ SSC വഴി ജോബ് കിട്ടാൻ പ്രോബിലിറ്റി എത്ര, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. SSC വഴിയുള്ള പ്രോബിലിറ്റി ഇപ്പോൾ ജോലിയൊക്കെ എവിടെ പോകും. ഇപ്പോൾ ക്യാൻസൽ ചെയ്താലും അവർ നടത്തിയേ പറ്റൂ, അവർക്ക് നടത്തിയേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. ഈ ജോലികളൊന്നും അങ്ങനെ പെൻഡിങ് ആയിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല. ഈസ് ഇറ്റ് ബെറ്റർ ടു അതർ സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളഞ്ഞിട്ട് പോവാം. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ എക്സാം നിങ്ങൾക്ക് ഉറപ്പ് വേണം. എനിക്കിപ്പോൾ തോന്നുന്നില്ല, ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് തോന്നുന്നില്ല SSC ബെറ്റർ ആയിട്ട് ഉള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോലികൾ ഈ സിറ്റുവേഷൻ ഒക്കെ പെട്ടെന്ന് ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഗവൺമെന്റ് എന്തെങ്കിലും മെഷേഴ്സ് എടുത്താൽ തന്നെ 1 ഇയർ, അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 1 ഇയർ എടുക്കും, 6 മാസം എടുക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് വെച്ച് നോക്കും, പ്ലാൻ ബി അല്ല SSC അല്ലാതെ നോക്കിയ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേറെ എക്സാംസ് എന്ന് പറഞ്ഞാൽ IB പക്ഷെ IB ഒക്കെ ജോലി കുറച്ച് സീനാണ്. അതൊക്കെ ജോലിയുടെ കാര്യമൊക്കെ നോക്കി ചെയ്യുക. RRB എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ്. ഈ SSC ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ആ മോക്ക് ടെസ്റ്റ് എല്ലാം തീർത്താൽ മതി. റെയിൽവേയിലാണെങ്കിൽ കുറേ ഓഫീസ് ജോലികൾ വരുന്നുണ്ട്. അതുപോലെ പല പല എക്സാം വരും, ESICയുടെ എക്സാം വരും, ESIC. അങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ CGL ലെവലിൽ തന്നെയുള്ള SSC സിലബസ് തന്നെയുള്ള കുറേ എക്സാംസ് വരും. പക്ഷെ ബാങ്ക് ലെവലിൽ പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോളാം. ഇവിടെ ബാങ്ക് പഠിക്കുവാണ് വേറൊരു ലെവലിലോട്ട് അവരും ബാങ്കിലും ഇതേപോലെ പാറ്റേൺ ചേഞ്ച് ഉണ്ട്. ബാങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ലെവൽ വ്യത്യാസമുണ്ട്. SSCക്കായും പ്രയാസമുണ്ട് ബാങ്കിൽ. അത് മനസ്സിലാക്കി എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യും. സാർ ന്യൂ സ്ട്രാറ്റജി വീഡിയോ GK ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞു, പർമാറിന്റെ ആ ഒരു ക്ലാസ്സുകൾ തന്നെ കണ്ടുപഠിക്കും. 2 ഇയറായി പ്രിപ്പയർ ചെയ്യുന്നു. 1 ഇയർ വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് സാറിന്റെ ചാനൽ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ 130 റേഞ്ച് ഉണ്ട്, 100ആയി. കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്താൽ എവിടെയാണ് തെറ്റുന്നതെന്ന് മനസ്സിലാക്കുക. എന്താണ് മോക്ക് ചെയ്തിട്ട് എവിടെയാണ് തെറ്റുന്നത് മനസ്സിലാക്കുക, ആ പോർഷൻ എടുത്ത് സെറ്റാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2026 വേണ്ടി ഇതിൽ പറഞ്ഞ രീതിയിൽ സെറ്റായിട്ട് പഠിക്കാം. എൻ്റെ ഗൈഡൻസ് ആണ് ഇതെല്ലാം കേട്ടോ. മനസ്സ് വരുന്നില്ലെങ്കിൽ ഒരു വട്ടം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇതാവുന്നു, സ്ട്രെയിൻ വരുന്നു. അപ്പോൾ ഓൾറെഡി 2024 ഞാൻ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യം വേണ്ട, അതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞ കാര്യം GK എങ്ങനെ പഠിക്കും, ഞാൻ ഇതിൽ പറഞ്ഞ രീതിയിൽ പഠിക്കുക. PSCയുടെ പ്രിപ്പറേഷൻ പോരാ, PSCയുടെ GK പ്രിപ്പറേഷൻ പോരാ, SSCക്ക് അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം, ഒരിക്കലും അത് മതിയാവത്തില്ല. ഈ ലെവലിൽ തന്നെ, ഇതിന്റെ ലെവലിൽ തന്നെ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് പോരാ. മാത്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു, കിരണിന്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ കിരണിന്റെ ബുക്ക് സജസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം കിരണിലെ എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റൻസ് ഇല്ല, പിനാക്കിലെ എല്ലാ ഷിഫ്റ്റിലെ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റൻസും ഉണ്ട്. അപ്പോൾ പിനാക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഏതെങ്കിലും ക്ലാസ് നോട്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പിനാക്കിൽ എടുത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു വട്ടം കിരൺ ചെയ്തുകൊണ്ട് ഇതെന്താ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം.
മോക്ക് എടുത്ത് അനാലിസ് ചെയ്ത് മാത്രം പഠിച്ചാൽ അതിനേക്കാൾ നല്ലത് ബുക്ക് കൂടെ വെച്ചിട്ട് ദിവസം ഒരു 100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 100 ക്വസ്റ്റ്യൻ എടുത്തിട്ട് പെർസെൻറ്റേജ് ചെയ്തു. പിന്നെ ഞങ്ങൾ ബുക്ക് വാങ്ങിക്കും, കുഴപ്പമില്ല, പെർസെൻറ്റേജ് ചെയ്തു, അടുത്ത ദിവസം റേഷ്യോ ചെയ്തു. അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എത്രത്തോളം കറക്റ്റായിട്ടാണ്. പിന്നാക്കൾ എടുത്ത് പോകുമ്പോൾ മനസ്സിലാവും വ്യത്യാസം. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ഫുള്ളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മോക്ക് കൂടെ ചെയ്ത് പഠിക്കും. അല്ലാതെ മോക്ക് മാത്രം എടുത്ത് പഠിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതുകൂടെ ചെയ്തു പോകും. എക്സാമിന് വേണ്ടി സാറിൻ്റെ മാത്സ് ക്ലാസ് തന്നെ എടുത്താൽ മതി. ബേസ് നോട്ട് എത്ര മണിക്കൂർ ഒരാൾക്ക് SSC ക്രാക്ക് ചെയ്യാൻ പഠിക്കണം, അങ്ങനെ ഒരു ചോദ്യത്തിന് ആൻസർ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ 15 മണിക്കൂർ പഠിക്കുക, ഞാൻ പറയും 15 മണിക്കൂർ പഠിക്കണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് 10 പറ്റത്തുള്ളൂ. മതി, നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. 100% ടൈം നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ഇന്ന ഒരു സമയം നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ ചോദ്യം റെലവെന്റ് അല്ല. ഞാനിത് ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ പറഞ്ഞു. അവരെന്താ പറയട്ടെ, അവർ റിപ്ലൈ എത്താൻ കാരണം എന്താ, അതിനൊരു ആൻസർ ഇല്ല. നിങ്ങൾക്ക് എത്ര പറ്റും, നിങ്ങൾ 10 ഞാനിപ്പോൾ പറയുകയാണ് 10 മണിക്കൂർ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ചില ദിവസങ്ങളിൽ നിങ്ങൾ 2 മണിക്കൂർ അടിക്കും പഠിക്കുന്നത്, ചില ദിവസം 12 മണിക്കൂർ പഠിക്കും എന്ന് പറഞ്ഞ് ജോലി കിട്ടത്തില്ലെന്നല്ല. ചില ദിവസം ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ 10 മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ 8 മണിക്കൂർ പഠിക്കണം അങ്ങനെയൊന്നുമില്ല. രാവിലെ എണീറ്റ് ഇവിടെ നിന്ന് വരെ ഞാൻ 10 മണിക്കൂറേ പഠിക്കത്തുള്ളൂ, അങ്ങനെയല്ല. എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലും. എന്താണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നുണ്ടോ എന്നാണ് കാര്യം. അല്ലാതെ എത്ര മണിക്കൂർ പഠിക്കുന്നത് എന്നുള്ളതിൽ ഒരു അർത്ഥവും ഇല്ല. മനസ്സിലായോ? ഹൗ മെനി അവേഴ്സ് ഡു വി നീഡ് ടു സ്റ്റഡി പെർ ഡേ എന്ന് പറയുന്ന സംഭവമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതുന്നു, മാക്സിമം കൊടുക്കും. നിങ്ങളുടെ മാക്സിമം 10 ആണെങ്കിൽ 10, നിങ്ങളുടെ മാക്സിമം 12 ആണെങ്കിൽ 12, അത് പറയുന്നു. അതിലോട്ട് എത്തിക്കാൻ നോക്കുക. എല്ലാ ദിവസവും അത് പറ്റണമെന്നില്ല. അത് പറ്റാത്തപ്പോൾ സെൽഫ് ഡൗട്ട് ആയി പോവാതെ, ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. ചില ദിവസം നമ്മൾ ഡിമോട്ട് ആയി പോകും, ചിലപ്പോൾ 2 3 ചിലപ്പോൾ ഒരാഴ്ച ഒന്നും പഠിക്കാതിരുന്നെന്നും വരും. പക്ഷെ അതെന്ത് ചെയ്യണം, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരണം. ആ ഒരു കഴിവ് നമുക്കുണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവും. എല്ലാവരും പറയും ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതണം. ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് 2026 ടാർഗറ്റ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ്, GK, റീസണിങ്ങിന്റെ ഡെയിലിയുള്ള മോക്ക്, അത് സെക്ഷണൽ മോക്കുകൾ, ചാപ്റ്റർ മോക്കുകൾ ചെയ്യുന്നത്. മാത്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ചാപ്റ്റർ മോക്കുകൾ ചെയ്യുന്നത്. ബട്ട് ഞാൻ ആലോചിച്ചതിന് മുമ്പ് സിലബസ് മുഴുവൻ പഠിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. സിലബസ് പഠിക്കുന്നതിന്റെ കൂടെ സെക്ഷണൽ മോക്കുകൾ അല്ലെങ്കിൽ ചാപ്റ്റർ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ മോക്കുകൾ ചെയ്യുന്നത്. ഇനി ചേഞ്ചസ് സിലബസ് ഇല്ല. മോക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈച്ച് സബ്ജക്റ്റ്. അപ്പം എൻ്റെ ഒരു മോക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, മോക്ക് അനാലിസിസ്, മോക്ക് ടെസ്റ്റ് മാഗ്നാമെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അല്ല GK, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ CGL വേണ്ടി ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൽ ചെയ്താൽ മതി. ഓക്കെ, ഇൻട്രസ്റ്റ് പതിയെ കുറഞ്ഞു പോയി, ഇടയ്ക്ക് ഒരു മന്ത് ഗ്യാപ്പ് വന്നു, ട്രാക്കിലേക്ക് എത്താൻ ഞാൻ തൊട്ട് തുടങ്ങണം എന്ന് കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കും. ഗ്രാമർ, നീതു സിംഗ്, വൊക്കാബുലറി ബ്ലാക്ക് ബുക്ക്, GK വർമാർ, പാറ്റേൺ മാർക്ക് എന്ന് പറഞ്ഞ് സോഴ്സ് വേണ്ട. സോഴ്സ് ഇനി മാറ്റാൻ വേണ്ടി വേറെ സോഴ്സ് ഒന്നും ഇല്ല. ഇവര് ഇത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. വർമാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്തോളും, ആ പാറ്റേൺ മാറുന്നതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യും. അവരുടെ ആ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഫോളോ ചെയ്താൽ, സെക്ഷണൽ മോക്ക് സാർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്, ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. എന്തിനാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷ് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്ന് കൂടി പറയണം. ഇംഗ്ലീഷ് റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളിപ്പോൾ ഗ്രാമറിന്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് റിവിഷൻ ചെയ്യുന്നത് എന്താ, അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ടെങ്കിൽ അത് സൺഡേ എടുത്ത് റിവൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഓരോ മന്ത്ലി റിവൈസ് ചെയ്യുക, ഓരോ 6 മാസം കൂടുമ്പോൾ റിവൈസ് ചെയ്യുക, എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യുക. പിന്നെന്താ, വൊക്കാബുലറി ആകുമ്പോഴും വൊക്കാബുലറി ഇതുപോലെ സൺഡേ ചെയ്യുക. 20 ദിവസം ഡെയിലി വെച്ച് ചെയ്യുകയാണെങ്കിൽ സൺഡേസിൽ റിവിഷൻ മാത്രം ചെയ്യുക. നിങ്ങൾ വട്ടോട്ടേക്കുന്ന ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുക, വീണ്ടും വായിക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വായിച്ചാൽ അത് പിന്നെ വന്നാൽ ചെയ്യാൻ പറ്റണം. കോമ്പറേഷന് വേറെ റിവിഷൻ ഒന്നുമില്ല. പിന്നെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം, നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാർക്ക് ചെയ്തിടാം, അതൊന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ക്ലാസ് നോട്ട് എടുത്ത് റിവൈസ് ചെയ്യാം. ഞായറാഴ്ചകളിൽ ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യാം, അടുത്ത ക്ലാസ്സിന് മുന്നേ ചെയ്യാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ബ്രഹ്മാസ്ത്ര വിനാക്കിഞ്ചേക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. യെസ്, ഇനി അത് തന്നെ ഫോളോ ചെയ്യണം. ഇനി ഞാൻ ഇത് ഫോളോ ചെയ്യണം. ഇതിൽ പറഞ്ഞ രീതി ചെയ്താൽ മതി കേട്ടോ. ഇതിൽ പറഞ്ഞ രീതി ചെയ്യാം. ഇത് പഠിച്ചത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ കേട്ടോ. പിനാക്കിൾ GK ഒക്കെ ആയാലും ബ്രഹ്മാസ്ത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ സെയിം സാധനം തന്നെയാണ്, സിലബസ് മാറിയിട്ടില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ റെഡി ആവത്തേ ഉള്ളൂ. ടൈം മാനേജ്മെന്റ് ഇതുപോലെ ചെയ്യും. കഴിഞ്ഞു. അയ്യോ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു. ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലതാണെന്ന് തോന്നിയാൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, രാത്രി 1 മണി എന്തോ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇനി ഇപ്പോഴൊന്നും ഒരു സ്ട്രാറ്റജി ഒന്നും കാണത്തില്ല. ഇനി MTS സ്ട്രാറ്റജി ഉണ്ട്, റെയിൽവേക്ക് വേണ്ടി കാണും. ഓക്കെ, ബൈ.